ഈ പ്രയർ ലൈനിലുള്ള ദൈവദാസനും എന്നെ കേൾക്കുന്ന സർവ്വജനത്തിനും കർത്താവായ യേശുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. എനിക്ക് വാക്കുചാതുര്യമോ പ്രാഗൽഭ്യമോ ഒന്നുമില്ല. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. എന്നെ നടത്തിയ വിധങ്ങൾ, എൻ്റെ കുടുംബത്തെ നടത്തിയ വിധങ്ങൾ. അല്ലെ, എൻ്റെ പേര് വീട്ടിൽ വിളിക്കുന്നത് കുഞ്ഞമ്മ എന്നാണ്. ഒക്ലഹോമക്കാരി വിളിക്കും കുഞ്ഞമ്മ ആൻറ്റി. ഒക്ലഹോമ ആൻറ്റി നാം മിക്കവാറും എല്ലാം വിളിക്കുന്നത്. പിന്നെ എൻ്റെ ഒഫീഷ്യൽ നെയിം മറിയാമ്മ ഫിലിപ്പോസ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജോയി. ഞങ്ങൾ ഒക്ലഹോമയിൽ താമസമായിട്ട് 75 വന്നതാണ്. അന്ന് മുതൽ ഈ സിറ്റിയിൽ കുറച്ച് ഇടയ്ക്കൊരു 3-4 വർഷം ഞങ്ങൾ ഡാളസിലുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഞങ്ങൾ സ്ഥിരതാമസമായിട്ട് ഇത്രയും വർഷമായി. പിന്നെ ഞങ്ങൾ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഡാളസിലുള്ള ചർച്ചുകളിലൊക്കെ ഞാൻ വരുമായിരുന്നു, ഓർത്തഡോക്സ് ചർച്ചിൽ. കാരണം ഞാൻ ഇവിടുത്തെ സൺഡേ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ട് ഒരു 25 വർഷം ജോലി ചെയ്തതാണ്. അപ്പോൾ ഈ പിള്ളേരുടെയൊക്കെ ഓരോ പ്രോഗ്രാം വരുമ്പോൾ അവരെയും കൊണ്ട് അവിടെ വരും. സ്ത്രീ സമാജത്തിൻ്റെ മീറ്റിംഗ് വരുമ്പം അതിൽ പ്രസംഗിക്കുവാനും ആൾക്കാരുമായിട്ട് വളരെ അടുപ്പം ഉണ്ടായിരുന്നു ഓർത്തഡോക്സ് ചർച്ചുകളിലെല്ലാം. അങ്ങനെ ഡാളസിലും ബൂസ്റ്റലിലും ഒക്കെ വളരെയധികം കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഓരോ പ്രോഗ്രാം നടത്താനൊക്കെ പോകുമായിരുന്നു. ഒരു 2012 കുർബാന കണ്ടുകൊണ്ടിരുന്നപ്പോൾ, ചർച്ചിൽ കുർബാന കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈ ഒക്ലഹോമയിലെ ഓർത്തഡോക്സ് ചർച്ച് എൻ്റെ ഭർത്താവും വേറെ 4 വ്യക്തികളും 4 കുടുംബങ്ങൾ മാത്രം ചേർന്ന് 1981-82 ഉണ്ടാക്കിയതാണ്. അന്ന് അച്ഛന്മാരൊക്കെ വന്ന് ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. കാതോലിക്ക ബാബ വന്ന് ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അവരെയൊക്കെ ശുശ്രൂഷിപ്പാൻ അന്നത്തെ സമയത്ത് വിശ്വസ്തയോടെ നിന്ന് ആ സഭയുടെ ഭാഗമായി നിന്നുകൊണ്ട് പ്രവർത്തിപ്പാനൊക്കെയുള്ള ദൈവം സമയം തന്നിരുന്നു. നമ്മളൊരു ദൈവനാമത്തിന് വേണ്ടി ഒരു കപ്പ് വെള്ളം ആർക്കെങ്കിലും കൊടുത്താൽ ദൈവം അത് മാനിക്കാതിരിക്കത്തില്ല. നമ്മൾ തീഷ്ണതയോടെ നിൽക്കുന്നത് കണ്ടാൽ ദൈവം അധികമായി നമ്മളെ ഉപയോഗിക്കും. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, അല്പത്തിന് വിശ്വസ്തരായവരെ നിങ്ങളെ അധികത്തിന് ഞാൻ വിചാരകനാക്കും. നമ്മൾ അല്പത്തിന് വിശ്വസ്തരായിരിക്കണം. അതിനായിരുന്ന സ്ഥലത്ത് ഞങ്ങൾ വിശ്വസ്തയോടെ നിന്നു. ഒരു ഞായറാഴ്ച പോലും ചർച്ചിൽ പോകാതിരിക്കത്തില്ല, കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാതിരിക്കത്തില്ല, നമ്മൾ സ്കൂളിൽ വിടാതിരിക്കത്തില്ല. ഒരു പ്രാർത്ഥനാ യോഗവും ഞാൻ നിശ്ചയിച്ചില്ലായിരുന്നു. പിന്നെ അവിടെ അസൈൻ ചെയ്യും, ആര് ചർച്ച ക്ലീൻ ആക്കണം, ആര് എന്ത് ചെയ്യണം. പക്ഷേ ഞങ്ങൾ നേരത്തെ ചെന്ന് ചർച്ചെല്ലാം ക്ലീൻ ആക്കും. കാരണം ഞങ്ങൾ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യാറില്ല. ചർച്ച് വിട്ടു പോരുമ്പോൾ ഏറ്റവും ലാസ്റ്റ് പോരുന്നത് ഞങ്ങളായിരിക്കും. കാരണം ആ പരിശുദ്ധമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിച്ചേ പോരത്തുള്ളൂ. ദൈവത്തിന്റെ ആലയത്തിൽ വേല ചെയ്യുവാൻ നമുക്ക് മടിയുണ്ടാവരുത്. അപ്പോൾ ദൈവ സാന്നിധ്യം നമ്മളോട് കൂടി ഇരിക്കും. ദൈവം നമ്മളെ ഉപയോഗിക്കും. അങ്ങനെ 2012 ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വരാൻ ഇടയായി തീർന്നു. അതിനു മുമ്പൊക്കെ പല ദേവദാസന്മാരും ദൈവമക്കളും ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെന്നൊന്നും ഇത് മനസ്സിലാകാത്തതിൻ്റെ ഒരു കാര്യം ഞാൻ പറയും. ഞാൻ സുവിശേഷം പറയുമ്പോൾ അത് ഞാൻ പ്രത്യേകം ചിന്തിച്ചുകൊണ്ടേ പറയത്തുള്ളൂ. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ നമ്മൾ ദൂഷ്യം പറഞ്ഞ് അവരോട് സുവിശേഷം പറയാൻ പാടില്ല. കാരണം അന്നേരം തന്നെ അവരുടെ ശരീരം അടക്കി അവരുടെ ഹൃദയം കഠിനമായി പോകും. അതുകൊണ്ട് നമ്മൾ അവരെ കുറ്റം പറയാതെ ഇതിൻ്റെ നന്മ, ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു, യേശു ആരാണ്, ദൈവം ആരാണ്, ദൈവത്തെ എങ്ങനെ ആരാധിക്കണം, ദൈവത്തെ എങ്ങനെ വിശ്വസിക്കണം, ദൈവത്തോടു കൂടി എങ്ങനെ നടക്കണം, ദൈവത്തിന്റെ വേല എങ്ങനെ ചെയ്യണമെന്ന് വളരെ സൗമ്യമായി പറഞ്ഞു കൊടുത്താൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. കാരണം എൻ്റെ അടുത്ത് വന്ന ഒരു 90% ആൾക്കാരും എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, വലിയ മാല കഴുത്തെ ഇട്ടെടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രോബ്ലം ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പോയിട്ട് ബിംബത്തെ ആരാധിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നൊക്കെ പറയുമായിരുന്നു. അതൊക്കെ നമ്മളെ വളരെ ഹർട്ട് ചെയ്യും. ഞാനൊരു വളരെയധികം ദൈവത്തിന്റെ നാമമഹത്വമായിട്ട് ഞാൻ പറയട്ടെ, 2012 തൊട്ട് ഇതുവരെ ഒരു വ്യക്തിയെ കണ്ടാൽ ഞാൻ സുവിശേഷം പറയാതിരിക്കത്തില്ല. വഴി വെച്ച് കാണുന്നവരോട് പറയും, ഹോട്ടലിൽ പോയി അവിടെ വെച്ച് പറയും, ഗ്രോസറി കടയിൽ പോയി അവിടെ വെച്ച് പറയും, പ്ലെയിനിൽ കയറി അവിടെ വെച്ച് പറയും, അല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ പോയി അവിടെ വെച്ച് പറയും. ആരെയെങ്കിലും ഒരു വ്യക്തി ഒരു ഗ്രോസറി കടയിൽ ലൈനിൽ നിന്നാൽ പതിയെ ഞാൻ പറയും, യേശു നിന്നെ സ്നേഹിക്കുന്നു. അത് അവരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റിയതിന് ഏറ്റവും വലിയ കാരണമാണ്. ഒരു പക്ഷേ വളരെ പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കും. അവരോട് ഞാൻ പറയും, ഡിഡ് യു നോ ജീസസ് ലവ്സ് യു. ഇപ്പം കൂടുതലും പറയുന്ന മറുപടി, ഞാൻ ക്രിസ്ത്യാനിയല്ല, ഞാൻ വിശ്വാസിയല്ല. ഞാൻ പറയും, ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം ദൈവത്തിന് ഇഷ്ടം. ഒരു സൃഷ്ടി പോലും നഷ്ടപ്പെട്ടു പോകാൻ നശിച്ചുപോകാൻ ദൈവത്തിന് ഇഷ്ടമില്ല. പിന്നെ നമ്മൾ പ്രിയമക്കളായ വിശ്വാസത്തിൽ വന്നു കഴിയുമ്പോൾ ദൈവത്തിന്റെ പ്രിയമക്കളായി തീരും. അങ്ങനെ ഞാൻ പറഞ്ഞ അവിടെ അറ്റൻഷൻ പിടിച്ചു പറ്റും. ഇതെല്ലാം പ്ലെയിനിൽ യാത്ര ചെയ്യുന്ന ഞാൻ പലപ്പോഴും ഡാളസിലും മുസ്ലിലും ഒക്കെ പോയി പ്രാർത്ഥിക്കാൻ പോകാറുണ്ട്. ദൈവം എന്നെ അയക്കാറുണ്ട്. അങ്ങനെ പ്ലെയിനിൽ പോകുമ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ, ഞാൻ ഈ എയർപോർട്ടിൽ വന്നിരിക്കുമ്പോൾ ആരോടെങ്കിലും സുവിശേഷം പറയാൻ എനിക്കൊരു അവസരം തരണമേ. ഞാൻ സാധാരണ എൻ്റെ കയ്യിൽ എക്സ്ട്രാ ബൈബിൾ കാണും,
ഒന്ന് ബാഗിൽ കാണും, ഒന്ന് പെട്ടി കാണും. അന്നേരം ഞാൻ ഇങ്ങനെ എയർപോർട്ടിൽ നിന്ന് വായിക്കും. പലപ്പോഴും ആൾക്കാർ എന്നോട് സംസാരിക്കാറുണ്ട്. അപ്പം ഞാൻ അവരോട് തീർച്ചയായിട്ടും ഷെയർ ചെയ്യും. ട്രെയിനിൽ കയറുമ്പോൾ ഞാൻ പറയും, കർത്താവേ, എനിക്ക് ഒരു ദൈവ സാന്നിധ്യം എൻ്റെ കൂടെ ഉള്ളതിനാൽ ഒരു വ്യക്തിയോട് സുവിശേഷം പറയാനുള്ള അവസരം തന്ന് അതിനാവശ്യമുള്ളവരുടെ അടുത്ത് തന്നെ ഇരുത്തണമേ. അങ്ങനെ അവരുടെ അടുത്ത് പോയിരുന്നവരുമായിട്ട് സംസാരിച്ച് സുവിശേഷം പറയാനിടയായിത്തീരുന്നു. എയർ ഹോസ്റ്റസിനോട് പറയാറുണ്ട്. ഡോക്ടറുടെ ഓഫീസിൽ ചെന്നാൽ ഡോക്ടറോട് പറയും, നേഴ്സസിനോട് പറയും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവിടെ ചെല്ലുന്ന രോഗികളോട് പറയും. ഹല്ലേലൂയ, സ്തോത്രം. ആഹാരം കഴിക്കാൻ പോയിരിക്കുന്നവർക്ക് പറ്റുമെങ്കിൽ ആരെങ്കിലുമായിട്ട് ഒരൈ കോണ്ടാക്ട് ചെയ്ത് അവരുമായിട്ട് സംസാരിക്കാൻ ഇടയാകും. എവിടെ പോയാൽ എനിക്ക് ഈ ഒരൊറ്റ ചിന്തയുള്ള എൻ്റെ കർത്താവിനെ എങ്ങനെ സേവിക്കണം, എങ്ങനെ അവന് വേണ്ടി ജീവിക്കണം, എങ്ങനെ അവന് വേണ്ടി വേല ചെയ്യണം. ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, കർത്താവേ, ഇന്നത്തെ അസൈൻമെന്റ് എനിക്ക് തരണം. ഇന്ന് ഞാൻ ആരോട് പറയണം, ഞാൻ ആരുടെ അടുത്ത് പോകണം, ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് രാവിലെ ആദ്യത്തെ എൻ്റെ ചോദ്യം അതാണ്. അപ്പാ, അങ്ങ് എനിക്ക് എൻ്റെ അസൈൻമെന്റ് റെഡിയാണല്ലോ, എനിക്ക് ആ അസൈൻമെന്റ് ഇനി തരാമെന്ന് ഞാൻ അതനുസരിച്ച് ഇന്നത്തെ ദിവസം അങ്ങ് പോയിക്കോളാം. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എന്ന് ദൈവവചനമുണ്ടെങ്കിൽ ഒന്നിനെ കുറിച്ചും നമ്മൾ വിചാരപ്പെടാൻ പാടില്ല. ആമേൻ. വിശ്വാസികളായിരിക്കുന്ന നമ്മൾ പലപ്പോഴും ഞാൻ കാണുന്ന ഒരു കാര്യം, ഒരു ചെറിയ ഇപ്പോഴത്തെ സമയത്ത് പ്രത്യേകിച്ച് ഈ പാൻഡമിക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചുമ വന്നാൽ ഉടനെ കോവിഡ, ഒരു ചെസ്റ്റ് പെയിൻ വന്നാൽ ഒരു മസിൽ വിലക്കിയാൽ മതി, അന്നേരം പറയും ഹാർട്ട് അറ്റാക്കാ. ഒരു തലവേദന വന്നാൽ ട്യൂമറാണെന്ന് നമ്മളങ്ങ് തീരുമാനിക്കും. ആമേൻ. ഇതൊക്കെ നമ്മൾ കൂടി പിശാച് കൊണ്ടുവരുന്ന തന്ത്രങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങളെ അറിഞ്ഞിട്ടില്ലാത്തവരല്ലല്ലോ. നമ്മുടെ വിശ്വാസത്തെ വിളിക്കുവാൻ ദൈവ സാന്നിധ്യം നമ്മളിൽ നിന്ന് മാറിപ്പോവാൻ തക്കോണം പിശാച് പല തന്ത്രങ്ങളുമായിട്ട് നമ്മുടെ അടുത്ത് വരും. അതുകൊണ്ട് ഇതിനൊന്നും ചെവി കൊടുക്കരുത്, ഇതിനൊന്നും ചെവി കൊടുക്കുക. നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. നമ്മളെ വിളിച്ച് വേർതിരിച്ച് ദൈവം നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുന്ന രോഗം വരികയില്ലെന്നോ ദുഃഖം വരികയില്ലെന്നോ ഭാരം വരികയില്ലെന്നോ ഒന്നും കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഈ ലോകത്തിൽ കർത്താവ് രക്ഷിക്കാൻ വേണ്ടി, മനുഷ്യരെ രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടി കർത്താവായ യേശു ഭൂമിയിൽ ജഡധാരണം ചെയ്ത് വന്നു എങ്കിൽ അപ്പോഴും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ലെന്ന്. ഞാൻ ആദ്യം ഇതിൽ കൂടി കടന്നു പോയവനെ ധ്യാനിച്ചുകൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവായ യേശുവിനെ സാത്താൻ വെറുതെ വിട്ടില്ല, പരീക്ഷിക്കാൻ അടുത്ത് ചെന്നു. ദൈവദാസന്മാരെ വെറുതെ വിട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് വ്യത്യാസം? അതിൽ കൂടി ഒക്കെ പോകുമ്പോഴും ഭാരപ്പെടരുത്, ഭയപ്പെടരുത്, ഉറച്ചു നിൽക്കണം, സാത്താനോട് എതിർത്ത് നിൽക്കണം. ഹല്ലേലൂയ. ദൈവത്തോട് നമ്മൾ പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട് സാത്താനോട് എതിർക്കണം. ദൈവത്തോട് എങ്ങനെ നമ്മൾ പറ്റിച്ചേർന്ന് നിൽക്കുന്നത്? എന്ത് പ്രശ്നം വന്നാലും കൈവിടുകയില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം. ആരോട് ചോദിച്ചാലും പറയും ഞാനും ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാ. ശരിയാണ്. ഒരു ഹിന്ദുവിനോട് ചോദിച്ചാലും പറയും ഞാനും ദൈവത്തിൽ വിശ്വസിക്കുന്നവനാ. ഒരു ഏത്തിയസ്റ്റ് മറിഞ്ഞു വീണ ഞാൻ എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ലെന്നല്ല പറയുന്നത്, അയ്യോ ദൈവമേ എന്നേ പറയത്തുള്ളൂ. ഏത്തിയസ്റ്റ് മറിഞ്ഞു വീണാൽ പോലും. അതുകൊണ്ട് എല്ലാവരുടെ ഉള്ളിൽ ഈ ദൈവം ഉണ്ട്, ദൈവത്തിന്റെ ശക്തി ഉണ്ട്. അത് മനസ്സിലാക്കാതെയോ ദൈവത്തെ സ്തുതിക്കാതെയോ ദൈവത്തോട് വെച്ച് നടക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ കുഴപ്പമാണ്, ദൈവത്തിന്റെ കുഴപ്പമാണ്. ദൈവം എല്ലാവരെയും സൃഷ്ടിച്ച ദൈവമാണ്, എല്ലാവരെയും അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചതാണ്. അത് നമ്മൾ മനസ്സിലാക്കാൻ ഒക്കുന്നില്ല എന്ന് മാത്രം. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാം പിന്നെ റിലിജിയന്റെ ഉദ്ദേശം എങ്ങനെ രക്ഷയിലേക്ക് പോകണം, എങ്ങനെ രക്ഷ നേടണം. അതിനുവേണ്ടി ഹിന്ദു പോകും, പിന്നെ എന്നാ പറയുന്ന മല ചവിട്ടാൻ, ഓർത്തഡോക്സുകാർ പോവും പരിമല പോവും പ്രാർത്ഥിക്കാൻ, കാതലിക്സ് പോവും മലയാറ്റുമല കയറാൻ. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ ഞാൻ കോട്ടയംകാരിയാണ്. കോട്ടയത്ത് മണ്ടാട്ടുപള്ളിയിൽ എട്ടുനോമ്പിന്റെ സമയത്ത് എന്തുമാത്രം ജനം എവിടെ നിന്നെല്ലാം വന്നു പോകുന്നു. അവിടെ വന്ന രക്ഷയുണ്ടെന്ന് ഓർത്തുണ്ട്. പക്ഷെ രക്ഷകനായവൻ നമുക്കുള്ളിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. അവൻ നമുക്ക് വേണ്ടി ജീവൻ തരുവാൻ ദൈവമായവൻ മനുഷ്യ അവതാരം ധരിച്ചത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതായത് ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. പറയോടി പറഞ്ഞതാണെങ്കിൽ പ്രിയൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അങ്ങനെ അതിൽ ഒരു പെൺകുട്ടിയായിരുന്നു അറിയുകയും കർത്താവായ യേശു ജനിക്കുവാൻ ഇടയായി തീർന്നു. മനുഷ്യനായി, ദൈവമായിരിക്കെ തന്നെ മനുഷ്യനായി ലോകത്ത് ജീവിച്ചു, ലോകക്കാരുടെ ഇടയിൽ സഞ്ചരിച്ചു. പാപമൊഴിയെ സർവത്തിന് നമ്മളെ പോലെ സർവവും കണ്ടും കേട്ടും കർത്താവ് നമ്മുടെ ഇടയിൽ ജീവിച്ചു, മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, ബന്ധനങ്ങളെ തകർത്തു, മരിച്ചവരെ ഉയർപ്പിച്ച് സ്വർഗരാജ്യം പ്രസംഗിച്ചു. അവസാനം ഗോഗൽത്തായിൽ മതിലയിൽ തുടങ്ങി ആ വേദനയോടെ, ആ ഹൃദയം മുറിഞ്ഞ് കരഞ്ഞ വേദനയോടെ ഈ പ്രയാസത്തിൽ കൂടിയൊക്കെ പോകുന്നത്
നമ്മുടെ അകൃത്യങ്ങളെയും നമ്മുടെ പാപങ്ങളെയും കണ്ട് ഹല്ലേലൂയ ദൈവമായിരുന്നു കൊണ്ട് ഇതൊക്കെ ദൈവത്തിന് കാണാമായിരുന്നു. ആ ഗെത്സമന തോട്ടത്തിൽ വെച്ച് ഹൃദയം നുറുങ്ങി കരഞ്ഞു. ഹല്ലേലൂയ, വേർപ്പ് തുള്ളികൾ രക്തം പോലെ വീണു. അങ്ങനെ അതിവേദനയോടെ കരഞ്ഞു. എന്നാൽ അവസാനം പറയാണ്, എന്നെങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ നടപ്പാകട്ടെ. അവിടുന്ന് ഹല്ലേലൂയ ആ ഗെത്സമനത്തോട്ടത്തിൽ നിന്ന് ശിഷ്യന്മാരുമായി ഇറങ്ങി വന്നവനെ, ഞാനാകുന്നു എന്ന് മോശയോട് പറഞ്ഞവൻ, ആ ഞാനാകുന്നവനെ പിടിച്ചു കെട്ടാൻ ആ യൂദായിസ്കറിയാത്ത പടയാളികളുടെ കൂടെ കൊമ്പും കോലും തിപ്പട്ടി പന്തങ്ങളുമായി ഹല്ലേലൂയ നിങ്ങൾ ആരെ തിരയുന്നു? നസറേയനായ യേശുവിനെ എന്ന് പറഞ്ഞത് ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ അവർ പിടിച്ചു കെട്ടാൻ വന്നു, പുറകോട്ട് മാറി വീണു. അവർ ആ ദൈവത്തിന്റെ ശബ്ദം അവിടെ കേട്ടു. ആ ശക്തനായ ഒരു ശബ്ദം അവിടെ കേട്ടു, ഞാനാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, അവിടെ നിന്ന് നമ്മുടെ കർത്താവ് ഹല്ലേലൂയ കെട്ടപ്പെട്ടവനായി പിശാച് മരണപാശങ്ങൾ അവിടെ വെച്ച് കെട്ടി. ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞവൻ പിതാവായ ദൈവം അവനെ മരണപാശങ്ങൾ അഴിച്ചു കളഞ്ഞു, ജീവിപ്പിച്ചു. അതായത് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. നമുക്ക് വേണ്ടി ആ കാൽവറി ക്രൂസിലേക്കുള്ള നടന്നുള്ള പോക്ക് നമ്മളും ചിന്തിക്കണം. പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപികളായ ഞങ്ങളുടെ പാവങ്ങളെ വഹിച്ചുകൊണ്ട്, ശാപങ്ങളെ വഹിച്ചുകൊണ്ട്, അകൃത്യങ്ങളെ ചുമന്നുകൊണ്ട് ഹല്ലേലൂയ പീലാത്തോസിന്റെ അരമനയിലേക്ക് നടന്നു പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഹല്ലേലൂയ ഇവര് മാറി മാറി വിസ്തരിച്ചു. അവർക്ക് ഒരു കുറ്റവും കാണാൻ സാധിച്ചില്ല. പീലാത്തോസിന് കാണാൻ സാധിച്ചില്ല. പീലാത്തോസ് പറഞ്ഞു, എനിക്ക് നിന്നെ വിട്ടയക്കാനും ഹല്ലേലൂയ ശിക്ഷയ്ക്ക് വിധിക്കാൻ അധികാരമുണ്ട് എന്ന്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? കാരണം നമുക്ക് വേണ്ടി ഇത് അനുഭവിക്കാൻ ഇറങ്ങി വന്നവനാണ്, പിന്നെ എന്തിനു പറയണം? ഇത് അനുഭവിച്ചേ പോകും. ഹല്ലേലൂയ. അത് ദൈവമായ കർത്താവിന് അറിയാമായിരുന്ന കാൽവറി ക്രൂശിൽ മാത്രമേ അവസാനം എത്തത്തുള്ളൂ എന്നറിയാമായിരുന്നതൊന്നും തിരിച്ചു പറഞ്ഞില്ല. അങ്ങനെ കർത്താവ് നമുക്ക് വേണ്ടി അവിടെ വെച്ച് അടിയേറ്റു. ആ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു വരുമെന്നല്ല, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു എന്ന് ദൈവവചനം പറയുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ എന്തിന് ഭാരപ്പെടുന്ന രോഗം വരുമ്പോൾ ആ വാക്യത്തിൽ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15:7 പറയുന്നു, നിങ്ങൾ എൻ്റെ ഉള്ളിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിൽ അങ്ങ് ആഴമായി വിശ്വസിക്കണം. അതിനപ്പുറം ഇപ്പുറം ഒന്നും ചിന്തിക്കരുത്. ഇതെങ്ങനെ നടക്കുമെന്ന് ചിന്തിക്കരുത്, ഇതെപ്പോൾ നടക്കുമെന്ന് ചിന്തിക്കരുത്. പരിപൂർണമായ ദൈവമായവന്, ദൈവപുത്രനായവൻ, ദൈവശക്തിയായവൻ, വിടുവിപ്പാൻ ഇറങ്ങി വന്നവന്, സ്വന്തം ജീവൻ തന്നവന് പരിപൂർണമായി അങ്ങ് ആശ്രയിക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ, സ്തോത്രം. അത് കഴിഞ്ഞ് ആ പോക്ക് ഹല്ലേലൂയ അടിയേറ്റും പുറം ഒഴിവുചാല് പോലെ കയറി. അത് ഓർക്കുമ്പോൾ എനിക്ക് കരയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വേറൊരാൾക്ക് വേണ്ടി അടിയേക്കാൻ കൊടുക്കുവോ? ഇല്ല. പിതാവായ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് പുത്രനെ തകർത്ത് കളയാൻ മനസ്സായി. ആ അടിയൊക്കെ എന്ന് പറഞ്ഞാൽ റോമ പടയാളികൾ അടിക്കുന്ന അടി 1, 2 അടിയല്ല, 39 അടി പുറത്തിനിട്ട് അടിച്ചു. മജ്ജ കീറി, നരമ്പ് കീറി. ഓ ഹല്ലേലൂയ, അസ്ഥികൾ കാണപ്പെട്ടു. അതുപോലെ അടി കൊണ്ടിട്ടു. എന്റെ കർത്താവ് എന്നെ അടിക്കരുതെന്ന് പറഞ്ഞില്ല. നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. റോമ ഗവൺമെന്റ് യേശുക്രിസ്തുവിനെ കൊല്ലണമെന്ന് ഒരു ആഗ്രഹവുമില്ലായിരുന്നു. എന്നാൽ മഹാപുരോഹിതന്മാരും മതാനുസാരി മതത്തിന്റെ തലവന്മാരാണ് കർത്താവിനെ കൊല്ലണമെന്ന് വാശി പിടിച്ച് ജനത്തെ ഇളക്കി വിട്ടു. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ചിന്തിക്കും, 5000 പേരെ ഒറ്റ ഇരിപ്പിന് 5000 പുരുഷന്മാർക്ക് ആഹാരം കൊടുത്തു. അത് ഞാൻ വിചാരിക്കുന്നു, ഭാര്യയും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ കുറഞ്ഞത് 20,000 പേരെ ഹല്ലേലൂയ, സ്തോത്രം, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി. ഭൂതക്കസ്തനെ അഴിച്ചു വിട്ടു. ഹല്ലേലൂയ. കണ്ണ് കാണാൻ വയ്യാത്തതിന് കാഴ്ച കൊടുത്തു, കേൾവിയില്ലാത്തതിന് കേൾവി കൊടുത്തു. കുഞ്ഞു നിന്ന സ്ത്രീയെ നിവർത്തി വിട്ടു. രക്തസ്രാവക്കാരിയെ തന്നെ ശുദ്ധമാക്കി. വേശ്യക്ക് മാപമോചനം കൊടുത്തു. പാപിനിയായ സ്ത്രീയുടെ ശുശ്രൂഷ ഏറ്റുവാങ്ങി. അങ്ങനെ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങൾ ചെയ്തിരുന്ന കർത്താവായ യേശുവിനെ ഒരു വ്യക്തി പോലും അവിടെ നിന്ന് പറഞ്ഞില്ല അവനെ ക്രൂശിക്കണ്ട എന്ന് പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ ഓടി ഒളിച്ചു. മാതാവ് യോഹന്നാനും കൂടെ നടന്നു വന്നാൽ അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ കർത്താവ് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, യേശുവേ പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളുടെ മക്കളെ ചൊല്ലിക്കരവേ. ആ കർത്താവ് നമ്മൾക്കും നമ്മുടെ മക്കൾക്കും ലോകത്തിലുള്ള സർവ്വജനത്തിനും വേണ്ടി, ക്രിസ്ത്യാനികൾക്കല്ല, ഹല്ലേലൂയ, വിശ്വാസികൾക്ക് വേണ്ടിയല്ല, പെന്തക്കോസ്തുകാർക്ക് വേണ്ടിയല്ല, ദൈവം സൃഷ്ടിച്ച
സർവ്വജനത്തിനും വേണ്ടി ആ കാൽവറി ക്രൂസിലേക്ക് നടന്നടച്ചുകൊണ്ട് ഗോകുൽസ്ഥാനിലേക്ക് നടന്നു. ആ ക്രൂസ് വഹിച്ചുകൊണ്ട് പോയി ശിമോന് എന്തോ ഒരു ഭാഗ്യം കിട്ടി. ആ ക്രൂസ് ഒന്ന് താങ്ങിക്കൊടുക്കുവാൻ. കുറേനക്കാരുടെ ശിമോനെ പറ്റി ഒരു വിവരവുമില്ലായിരുന്നു. അവൻ ഇനി വന്ന് നോക്കി നീക്കി അരവാരവും കണ്ടുകൊണ്ട് അവനോട് പറഞ്ഞു ക്രൂസ് ഒന്ന് താങ്ങിക്കൊടുത്തേര്. അതിനുള്ള ഭാഗ്യം കിട്ടി. അവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടു. അതോടെ കാൽവറി ക്രൂസ് ആ ക്രൂസ് നിവർത്തി വെച്ച് 3 ആണി അടിച്ച് അതിനെ അവിടെ തൂക്കിട്ടു. അവനെ അവിടെ തൂക്കിക്കൊന്നു. ആ ദൈവം അനുവദിച്ചില്ലാന്ന് ചെയ്യാൻ സാധ്യമല്ല. അവിടെ കിടന്നുകൊണ്ട് സകലവും നിവൃത്തിയായി. അതായത് നമുക്ക് രോഗസൗഖ്യം വന്നു, നമ്മുടെ പാപങ്ങൾക്ക് മോചനം കിട്ടി, നമ്മുടെ അകൃത്യങ്ങൾക്ക് വിടുതൽ കിട്ടി. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ എല്ലാ പ്രാർത്ഥിക്കുമ്പോൾ രക്തത്തിന്റെ മറിച്ചുകൊണ്ട് നമ്മൾ പിശാചിന് നമ്മളെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അവൻ മണ്ണത്തെ ജയിച്ച് പിശാചിന് തലയെ തകർത്തു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ആ കല്ലുരുട്ടി മാറ്റിയിരുന്നു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. കല്ലുരുട്ട മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ശക്തനായവന്, ഈ ദൈവമായവന്, സർവത്തെ സൃഷ്ടിച്ചവന് വെളി വരാൻ, അത് ജനത്തിന് മനസ്സിലാക്കുവാൻ വേണ്ടി, ഹല്ലേലൂയ, ആ ദൈവത്തിന് ശക്തി എന്തെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി, ഹല്ലേലൂയ, ആ പിതാവ് ദൂതനെ വിട്ട് കല്ലുരുട്ടി മാറ്റി വെച്ചിരുന്നു. എന്നാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മക്കളക്കാരത്തി മറിയ. അവളുടെ 7 ഭൂതങ്ങളെ പുറത്താക്കി അവൾക്ക് അത്രയധികം കൃപ ലഭിച്ചത് കൊണ്ട് അവളുടെ വെളുപ്പിന് എഴുന്നേറ്റ് കൂട്ടുകാരികളുമായിട്ട് സഹോദരികളുമായിട്ട് കർത്താവിന്റെ ശരീരത്തിൽ സുഗന്ധവർക്കം പെടുത്തുവാൻ വേണ്ടി പോവുകയാണ്. അല്ലെങ്കിൽ നമുക്ക് അത്യസ്തതയുണ്ടോ ദൈവമക്കളെ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്ന ഉപകാരങ്ങൾ, നമുക്ക് ദൈവം നമ്മളെ സാത്താന്റെ പിടിയിൽ നിന്ന് വിടുവിച്ചത് ഓർത്താൽ, ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ, സമുദായത്തിനെ കെട്ടിക്കിടന്ന് ഒരുങ്ങിക്കൊണ്ടിരുന്നു എന്നെ. ആമേൻ. ഹല്ലേലൂയ. അവിടെ ചെയ്യുന്നതൊക്കെ സത്യമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്ന് ചിന്തിച്ചു. എന്നാൽ കുർബാന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് ഇടപെട്ടു. നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നതാണ്. ഞാനൊരു കാഴ്ച കണ്ടു. കാൽവറി ക്രൂസിൽ കടന്നുകൊണ്ട് കർത്താവ് ഞരങ്ങുന്നു. തിരികെ മറിയുകയും ചെയ്യുന്ന എന്നോട് പറയുക, ഞാൻ നിനക്ക് വേണ്ടി ചെയ്തതാണ്, ഇത് ഞാൻ നിനക്ക് വേണ്ടി, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം, ഞാൻ നിന്നെ എൻ്റെ വേലയ്ക്കായി വിളിച്ചിരിക്കുന്ന ഒരു മനപാത്രമാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. എൻ്റെ ഹൃദയം വിങ്ങാൻ തുടങ്ങി. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. എൻ്റെ അടുത്ത് നിന്ന് ആൾ ചോദിച്ചു, ആൻറ്റി എന്തിനാ കരയുന്നത്? നിങ്ങളുടെ വീട്ടിൽ വല്ലതും പ്രശ്നം? ഞാൻ പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, നിന്നോട് പറഞ്ഞാൽ ഇത് മനസ്സിലാകത്തില്ല. ഞാൻ അവിടുന്ന് കുർബാന കഴിച്ച് ഇറങ്ങി കാറേ വന്നിരുന്നു. അതേസമയം എൻ്റെ ഭർത്താവും അവിടുത്തെ ശുശ്രൂഷയിൽ കൂടിക്കൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹത്തോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നീ ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോളെ. അദ്ദേഹം വിചാരിച്ചു ഞാനിവിടെ നിന്ന് ഹല്ലേലൂയ പറഞ്ഞ അച്ഛനും കൂട്ടുകാരും കൂടെ എന്നെ തല്ലിക്കൊല്ലും. അതുകൊണ്ട് അദ്ദേഹം സൈഡിൽ കൂടി ഇറങ്ങി എൻ്റെ കൂടെ കാറേ വന്നിരുന്നു. എന്നോട് ചോദിച്ചു എന്ത് പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇന്നുപോലൊരു കാഴ്ച കണ്ടു, ഇനി നമ്മൾ ഇങ്ങോട്ടില്ല, പക്ഷെ എങ്ങോട്ടാ പോകണ്ടെന്ന് അറിയത്തില്ല. ഞങ്ങൾ 2 പേരും കൂടെ അന്ന് അവിടുന്ന് തിരിച്ചു. അവിടുന്ന് പോകുന്ന എന്നോട് ചോദിച്ചു, പിന്നെ നമ്മൾ എങ്ങോട്ടാ ഇനി പോകുന്നത്, എവിടെയാ ആരാധിക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു, നമുക്കറിയത്തില്ല, നമ്മൾ വിഷമിക്കണ്ട, കർത്താവാണ് വിളിച്ച് വേർതിരിച്ചെങ്കിൽ വഴിയും ദൈവം തുറന്നു വന്നോളൂ. ഞങ്ങൾ അവിടുന്ന് പോരുകയാണ്. അവിടുന്ന് പോകുന്ന ഞങ്ങൾ വീട്ടിൽ വന്നിരുന്ന് വളരെ ഭാരത്തോടെ ഞങ്ങൾ 2 പേരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. 2010 മുതൽ ഞങ്ങൾ ആക്ച്വലി ഒന്ന് പുറകോട്ടൊന്നു ബാക്കപ്പ് ചെയ്യാം. 75 ഇവിടെ വന്നു. 76, 77 തൊട്ട് ഓരോ വിധത്തിലുള്ള രോഗം എന്നെ പിടിക്കാൻ തുടങ്ങി. ഇവിടെ വന്നു കഴിഞ്ഞാൽ അന്നൊക്കെ ജോലിക്കൊക്കെ ചെറിയ ജോലിയല്ലേ കിട്ടുന്നുള്ളൂ. ആ വീട്ടിൽ ഒരുപാട് ഭാരങ്ങളുണ്ട്, 2 വശത്തും ഇഷ്ടം പോലെ ഭാരങ്ങളുണ്ട്. 76 ആയപ്പോൾ ഒരു കുഞ്ഞുണ്ടായി, അവനെ പോറ്റണം, ബാക്കി നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം സഹായിക്കണം. അങ്ങനെ ജോലി 1ഉം 2ഉം ജോലിയൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആദ്യമേ ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ടായി. 78 വലിവ് വന്നു. എനിക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നല്ല. അത് കഴിഞ്ഞിട്ട് 1980 ആയപ്പോൾ അൾസർ ബ്ലീഡിങ് തുടങ്ങി. ബ്ലീഡിങ് അൾസർ വന്നു. അതിന് സർജറി ചെയ്തു. വയറിന്റെ പകുതി കണ്ടിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ് നടു ഒടിഞ്ഞെന്ന് പറഞ്ഞ് അങ്ങ് ഷാറ്റേഡ് ആയിപ്പോയി എൻ്റെ ലോവർ ബാക്ക്. അത് കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഇളയ കൊച്ചിന് 3 മാസമേ ഉള്ളൂ, മൂത്ത കൊച്ചിന് 2.5 വയസ്സേ ഉള്ളൂ. ആരും സഹായിക്കാനില്ല. അതുകൊണ്ട് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു, കാരണം ജോലി ആവശ്യമാണ്. 82 ആദ്യത്തെ ബാക്ക് സർജറി ചെയ്തു. ബാക്ക് സർജറി ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാനൊക്കെ ആരും സഹായമില്ല.
ബെഡ് ജനിക്കാൻ 6 ആഴ്ച കഴിഞ്ഞ് ജനിക്കാൻ ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വടി കുത്തിക്ക് ജനിച്ചെന്ന് 4 വയസ്സുള്ള ഓവൻ രാത്രി ഞാൻ വടിയോട്ട് താഴോട്ട് സാധനം വലിച്ചു വെക്കും, എന്റെ കൊച്ചെടുത്ത് വെക്കും. അങ്ങനെ അവരെ ടേക്ക് കെയർ ചെയ്തു. 84 സർജറി ചെയ്തു, 82 ചെയ്തു, 84 ചെയ്തു, മെസ്സപ്പായി വീണ്ടും 86 ചെയ്തു, 88 ചെയ്തു, 89 ചെയ്തു, 5 ബാക്ക് സർജറി. അതിനോട് എന്തെല്ലാം വിധത്തിലുള്ള മരുന്ന് അത് മുഴുവൻ എടുക്കാൻ തുടങ്ങി. എന്തൊക്കെ പെയിൻ മെഡിസിൻ അവൈലബിൾ ആണോ അത് മുഴുവൻ കഴിക്കാൻ തുടങ്ങി. എന്നാലും എനിക്ക് വേദന പോകത്തില്ല. ബാത്റൂമിൻ്റെ അകത്ത് രാത്രി തിളച്ച വെള്ളം ഇട്ടിട്ട് അതിനകത്ത് കിടന്ന് രാത്രി ഉറങ്ങും. അങ്ങനെ ദിവസങ്ങൾ കഴിച്ചുകൊണ്ട് രാത്രിയാകുന്ന ഭയമാ, കാരണം ഉറങ്ങാൻ പറ്റത്തില്ല. പകൽ അതിലും പേടിയാ, വേദനയോട് നടക്കണം. അങ്ങനെ നടന്ന ഡോക്ടേഴ്സ് എല്ലാം ഉപേക്ഷിച്ചു, പറഞ്ഞു ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, അതിന് ചെയ്യാവുന്നതിന് മാക്സിമം ആയി. അതുകൊണ്ട് ഞാൻ മോർഫിൻ, അതിൻ്റെ ഹൈ ഡോസ് 40 മില്ലിഗ്രാം മോർഫിനാണ് എടുത്തുകൊണ്ട് നടക്കുന്നത്. അതെടുത്താൽ പോലും എനിക്ക് വേദന മാറത്തില്ല. ഇതിലൂടെ ഏറെ പെയിൻ മെഡിസിൻ കിട്ടുന്ന ഒക്കെ എടുക്കും, എന്നാലും യാതൊരു ഗുണവുമില്ല. നമുക്ക് അങ്ങ് ഇറിറ്റേഷനാണ്, എപ്പോഴും അങ്ങ് വേദന ഉള്ളതുകൊണ്ട് അങ്ങ് ഇറിറ്റേഷനാണ്. എന്നാലും കുഞ്ഞുങ്ങളെ ടേക്ക് കെയർ ചെയ്യും, വീട്ടിലെ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യും. ഇങ്ങനെ നടന്നു. അതിനോടകം എൻ്റെ നാട്ടിൽ നിന്ന് ഒരുപാട് സഹോദരങ്ങളെയും ഒക്കെ കൊണ്ടുവന്നു. അവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവരൊക്കെ കാലം നിൽക്കാറായി കഴിഞ്ഞപ്പം അവർക്കൊന്നും, നമുക്കറിയാമല്ലോ നാട്ടിൽ നിന്ന് വന്നു കഴിയുമ്പോൾ അവരെല്ലാവരുടെ കാര്യത്തിൽ മാറിപ്പോയി. എനിക്കതിലൊന്നും കംപ്ലൈൻ്റ് ഇല്ല. കാരണം കർത്താവ് നമ്മളെ നോക്കാൻ, അന്നും ഞാൻ ഓർത്തഡോക്സിലായിരുന്നെങ്കിൽ ഒരു കാര്യം എനിക്ക് എന്നും അറിയായിരുന്നു, എൻ്റെ ദൈവം വലിയവൻ, എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ല, അവൻ നടത്തും. ഞാനൊരു ഉറച്ച ദൈവവിശ്വാസിയായിരുന്നു. പക്ഷെ എനിക്ക് യേശു ക്രിസ്തുവിനെ വീണ്ടും വേണം അറിയാൻ വയ്യായിരുന്നു, യേശു ക്രിസ്തുവിനെ വീണ്ടും വേണം അറിയാൻ വയ്യായിരുന്നു എന്ന് മാത്രം. അങ്ങനെ ഞാൻ 1990 ലാസ്റ്റിൽ സർജറി കഴിഞ്ഞു. അത് കഴിഞ്ഞ് 2003 എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നു. അത് 3rd സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ പിന്നെ ഒന്ന് മാറുമ്പോൾ അടുത്തത് ഉടനെ തുടങ്ങിയിരിക്കും. ആ സമയത്ത് കീമോയും റേഡിയേഷനും ഒക്കെ ആയിട്ട് ഞാൻ 11 കീമോ, 35 റേഡിയേഷൻ, 2 സർജറി, അങ്ങനെ വീണ്ടും ഈ ട്രീറ്റ്മെൻറ്റിൽ കൂടെ പോയി 2 വർഷം. 2005 കഴിഞ്ഞു. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ കോംപ്ലിക്കേഷനും വളരെയധികം കോംപ്ലിക്കേഷൻ എനിക്കുണ്ടായി. ഈ കീമോ എടുത്തതിന് വളരെ അലർജിയും, മൂക്കിക്കൂടെ ബ്ലഡ് വരും, വായിക്കൂടെ ബ്ലഡ് വരും, ആഹാരം കഴിക്കാൻ വയ്യ, എഴുന്നേറ്റ് നടക്കാൻ വയ്യ. അങ്ങനെ നടന്ന് 2003 പിന്നെ ക്യാൻസർ വന്നു. പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ കൂടെ വന്നപ്പോഴത്തേക്ക് ഓർത്തഡോക്സിലായിരുന്നെങ്കിലും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ 2010 ആയപ്പോഴത്തേക്ക് സഹി കെട്ടു. എങ്ങനെയായിതിങ്ങനെ മുന്നോട്ട് പോകുന്നു, എന്ത് ചെയ്താൽ അപ്പുറം കിടക്കാൻ ഒക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടിൽ പത്തനാപുരത്തുള്ളൊരു പെൺകുട്ടിയെ ഇവിടെ ഉള്ള ഒരു എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം ഒന്ന് പരിചയപ്പെടാനും പുള്ളിക്കാരിയായിട്ട് മോളിക്കൂടെ സംസാരിക്കാനിടയായി. ഒരു വിശ്വാസി പെൺകുട്ടി എന്നോട് പറഞ്ഞു, അമ്മച്ചി, ഞാൻ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതിനോടകം ഞാൻ വളരെ ദൈവദാസന്മാരുടെ അടുക്കലും അച്ഛന്മാരുടെ അടുക്കലും ചെമ്മാച്ചന്മാരുടെ അടുക്കലും തിരുമേനിമാരുടെ അടുക്കലും പാസ്റ്റർമാരുടെ അടുക്കലും ഒക്കെ പറഞ്ഞു, എന്താ ഞങ്ങൾക്ക് ഈ സംഭവിക്കുന്നത്, എന്താ ശത്രു ഞങ്ങളെ ഇത്രയും ഉപദ്രവിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒക്കെ പറഞ്ഞിട്ടങ്ങ് പോകും. പക്ഷെ ആരെയും ഇരുന്ന് പ്രാർത്ഥിക്കാൻ കണ്ടില്ല. എന്നാൽ ഈ പെൺകുട്ടി പറഞ്ഞു, എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ എന്നും വിളിക്കാൻ തുടങ്ങി, ആ കുട്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു, വിശ്വാസത്തിലേക്ക് വരണം. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ ഞാനും ഒരു വിശ്വാസിയാണ്. പക്ഷേ അന്ന് അവൾ എന്നോട് പറഞ്ഞു, അമ്മച്ചി ഇത് ബൈബിൾ ശരിക്കും വായിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം അമ്മച്ചിയെ ഉപയോഗിക്കും, അമ്മച്ചി ദൈവം വളരെ ശക്തമായിട്ട് ഉപയോഗിക്കും. അതുകൊണ്ട് വചനം വായിക്കുന്നത് മുറുകെ പിടിച്ചു, ദൈവം അപ്പുറം കടത്തും, വലിയ അത്ഭുതങ്ങൾ അമ്മച്ചിയിൽ കൂടെ നടക്കും, വലിയ കാര്യങ്ങൾ അമ്മച്ചിയിൽ കൂടെ നടക്കും, അതുകൊണ്ട് വിട്ടുകളയരുതെന്ന് പറഞ്ഞു. ദൈവമക്കളെ, ഞാൻ 2000 ഞങ്ങൾക്കൊരു ബിസിനസ് ഉണ്ട്. എൻ്റെ 87 തുടങ്ങിയ ബിസിനസ്സാണ്, എംപ്ലോയീസ് ഒക്കെ ഉണ്ട്. ആ സമയത്ത് 2010 ആയപ്പം കട അടച്ചു കഴിയുമ്പോൾ 6 മണിയാകുമ്പോൾ അടയ്ക്കും. അത് കഴിയുമ്പോൾ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ ഓരോരുത്തർ വന്ന് നിങ്ങളുടെ കൂടെ വന്ന് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിശ്വാസികളൊക്കെ വരും. പ്രാർത്ഥിക്കുമ്പം വിശ്വസ്തയോടെ ഹൃദയം നുറുങ്ങിയാൽ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്കെല്ലാം ദൈവം വിടുതൽ കൊടുക്കാൻ തുടങ്ങി. പക്ഷേ വിടുതൽ കിട്ടിയവരാരും പിന്നെ മടങ്ങി വരികയില്ല. കാരണം ഞാൻ വിശ്വാസത്തിലല്ലല്ലോ, ഞാൻ ബന്ധക്കോസ്കാരിയല്ലല്ലോ. അത് കഴിഞ്ഞ് 2011 എനിക്ക് വീണ്ടും ക്യാൻസർ വന്നു. 2011 ക്യാൻസർ വന്നപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി. ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ട്രീറ്റ്മെന്റ് എടുക്കുകയില്ല. എൻ്റെ ദൈവം സത്യദൈവമെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു രക്ഷകനെങ്കിൽ,
അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ എനിക്ക് രോഗസൗഖ്യം വരുത്തുവാൻ അങ്ങേക്ക് കഴിയും. അല്ലെങ്കിൽ ഞാൻ ഇതോടെ മരിച്ചോട്ടെ. ഞാൻ തീരുമാനിച്ചു, ഞാൻ മരുന്നെടുക്കുകയായിരുന്നു, ട്രീറ്റ്മെന്റ് എടുക്കുകയായിരുന്നു. ഞാൻ ഞങ്ങളുടെ അപ്സ്റ്റേഴ്സ് റൂമിൽ ഞാൻ പോയി 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 7ാമത്തെ ദിവസം ഞാനൊരു കാഴ്ച കണ്ടു. ഒരു കൈ സ്വർക്കത്തിൽ നിന്ന് ഒരു ക്രയോൺ കയ്യിലെടുത്തുകൊണ്ട് താഴോട്ട് വന്നിട്ട് ആ എക്സ്റേ മുഴുവൻ ഇറേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുകയാണ് ഒരു കമ്പും കൊണ്ട് എന്തോ ഒരു സാധനം കിള്ളി വെളിയിലേക്ക് കളഞ്ഞു. അത് പോയപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ രോഗം മാറി, എൻ്റെ കാൻസർ സൗഖ്യമായി. ഞാൻ താഴെ ഇറങ്ങി വന്നു. ഞാൻ ആ ഡോക്ടറെ വിളിച്ചു. എൻ്റെ ഹസ്ബൻഡിനോടും കുഞ്ഞുങ്ങളോടും ഞാൻ പറഞ്ഞു, മമ്മിക്ക് സൗകര്യം, എൻ്റെ ഭർത്താവ് ചോദിച്ചു നിനക്ക് ട്രീറ്റ്മെന്റ് എടുക്കാനുള്ള പേടിയോട് പറയും. ഞാൻ പറഞ്ഞല്ല, ഞാനിത് കണ്ടതാ. ഞാൻ ഉടനെ തന്നെ ഡോക്ടറെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, നീ എന്നെ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ പറഞ്ഞു, നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. നീ കാണിച്ച എത്ര എനിക്കറിയാൻ ശരിയാണ്, പക്ഷെ എന്നെ ദൈവം സൗഖ്യമാക്കി എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു ബയോപ്സി എടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ബയോപ്സി എടുത്തിട്ട് എൻ്റെ റിസൾട്ട് കിട്ടപ്പോൾ നെഗറ്റീവ്. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് പ്രവർത്തിക്കാൻ അധിക സമയം വേണ്ട. നമ്മൾ വിശ്വാസത്തോടെ, ഹൃദയശുദ്ധിയോടെ ദൈവസന്നിധി നിലവിളിച്ചാൽ അതിന് മറുപടി തരിക തന്നെ ചെയ്യും. അങ്ങനെ 2012 സമ്മറില് ഞങ്ങളുടെ കടയിൽ ഒരു പാസ്റ്റർ വന്ന് ഒരു 2012 വരെയും ഞാൻ ഓർത്തഡോക്സ് ചർച്ചിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ആ ചർച്ചിൽ നിന്ന് ഇറങ്ങി പോകുന്ന 2 ദിവസം കഴിഞ്ഞപ്പം ഒരു ചെറിയ പോസ്റ്റർ ഒട്ടിക്കാൻ ഒരാൾ കടയിൽ വന്നു. ഒരു കൺവെൻഷൻ ഉണ്ട്. ഞാൻ ഇതൊന്ന് ഒട്ടിച്ചോട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം അടിച്ചുമ്പോൾ സംസാരിച്ചത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് വെറുതെ ഒന്ന് പോകാം. ഞാൻ ചോദിച്ചാൽ കൂടെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആദ്യത്തെ ദിവസം ഞാൻ ചുറ്റും നോക്കുമ്പോൾ എല്ലാവരും ഹല്ലേലൂയ പറയുകയും തുള്ളിച്ചാടി തുടങ്ങി. ഞാൻ പറഞ്ഞു, ഇത് സ്ത്രീകൾക്ക് പറ്റിയതല്ലല്ലോ ഇത്ര ബഹളം വെക്കുന്നത്, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല. ഞാൻ ചുറ്റുമൊക്കെ നോക്കി. പിറ്റേ ദിവസം ഞാൻ പോയില്ല, ചോദിച്ചാൻ പോയി. ആ പിറ്റേ ദിവസം രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ വൈകിട്ട് നമ്മുടെ വീട്ടിൽ ഒരു 4-5 പേര് വരുന്ന ഇച്ചിരി ആഹാരം ഉണ്ടാക്കണം. ഞാൻ ചോദിച്ചു, ആരാ വരുന്നത്? അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും ആൾക്കാരെ വീട്ടിൽ വിളിച്ച് ആഹാരം കൊടുക്കുന്നത് വലിയ ഇഷ്ടമുള്ളവരാണ്. അപ്പം ഞാനോട് ഒരു 5-6 പേർക്ക് നീ കരുതിക്കും. ഞാൻ ആഹാരം ഉണ്ടാക്കി വെച്ചു. അന്ന് കൺവെൻഷന് വന്ന 2-3 പാസ്റ്റേഴ്സും ഈ കൊണ്ടുവന്ന പാസ്റ്ററും അവർ കുറെ പേര് വീട്ടിൽ വന്ന് ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹം ആ കൂടെ വന്നതിൽ ഒരു പാസ്റ്റർ ഞങ്ങളെ കുറിച്ച് വളരെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതെല്ലാം സത്യമായിരുന്നു. അപ്പൊ എൻ്റെ ഹൃദയത്തിൽ തോന്നി, ഇവരോട് ദൈവം സംസാരിച്ചല്ലേ പിന്നെ ഇവരെങ്ങനെ അറിയുന്നത്? അല്ലെ ഇവർക്ക് അറിയാൻ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അവരുമായിട്ട് സംസാരിച്ചു. ഒരു ദിവസം രാത്രി 3 മണി വരെ ഞങ്ങൾ സംസാരിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ തീരുമാനിച്ചു, ഇവിടെ ആ ചെറിയൊരു ചർച്ചാണ്, അവിടെ ആരാധനയ്ക്ക് പോകാൻ. അങ്ങനെ ഞങ്ങൾ അന്നോട്ട് ആരാധനയ്ക്ക് പോയി. അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ആ ആരാധനയ്ക്ക് പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് പോയി തുടങ്ങിക്കഴിഞ്ഞു സ്നാനപ്പെടാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പം ഞാൻ വെളിയിലെ കടയുടെ മുന്നിലെ കാശ് എടുത്ത് കളയാൻ വേണ്ടി വെളിയിലോട്ട് എനിക്ക് തോന്നി എൻ്റെ പുറകിൽ ആരോ നിൽക്കുന്നെന്ന്. പകലാണ്, 11 മണിക്കാണ്. തിരിഞ്ഞു നോക്കി ആരെയും കാണുന്നില്ല. മുന്നോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ എൻ്റെ പുറകിൽ തന്നെ ഭയങ്കര ശക്തമായിട്ട് എന്തോ എന്നെ തള്ളിയിട്ടു. ഈ കടയുടെ മുൻവശം മുഴുവൻ സിമന്റ് തേച്ച് തറ എൻ്റെ മുഖം ചെന്ന് നിലത്തടിച്ചു. മുഖത്തുനിന്ന് ഭയങ്കര മൂക്കിൽ നിന്ന് ബ്ലഡ് ചാടാൻ തുടങ്ങി. ഒച്ച കേട്ട് എൻ്റെ മോനും എൻ്റെ ഹസ്ബൻഡും ഇറങ്ങി വന്ന് നോക്കി. ഞാൻ രക്തത്തിൽ കുളിച്ച് അവിടെ കിടക്കുക. ഉടനെ അടുത്ത് വേറെ കടകളിലെല്ലാം ഓടി വന്നു. അവർ ആംബുലൻസ് വിളിച്ചു. ആംബുലൻസ് ഞാൻ കയറി ഇരുന്നപ്പോൾ എൻ്റെ മോൻ എന്നോട് പറഞ്ഞു, എൻ്റെ മമ്മി തീർന്നു പോയാൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? ഞാൻ പറഞ്ഞു, ചുമ്മാ മണ്ടത്തരം പറയാൻ, മമ്മിക്ക് ഒന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഒന്നും പറ്റത്തില്ല. ആംബുലൻസുകാർ പറഞ്ഞു, മുഖം മുഴുവൻ മെച്ചപ്പായിപ്പോയല്ലോ. വളരെ എനിക്ക് ശ്വാസം വിടാൻ ബുദ്ധിമുട്ടായിരുന്നു. മൂക്ക് എല്ലാം ബ്ലീഡ് ചെയ്ത് ഓടിരിക്കുക. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. ഞാൻ ആ വഴിക്ക് ആംബുലൻസ് എന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ ക്യാൻസർ സൗഖ്യമാക്കി തന്ന അങ്ങേക്ക് ഈ വിഷമത്തിൽ നിന്ന് എന്നെ വിളിക്കാൻ പറ്റത്തില്ലയോ? ആ സമയത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എന്നെ തള്ളിയിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു എൻ്റെ പെടലിയിൽ രണ്ടും ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തല പൊക്കാൻ വയ്യ. അപ്പം ഞാൻ ഒരു വിധത്തിൽ എൻ്റെ ശക്തി സംഭരിച്ചിട്ട് ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ രക്തം എന്ന് പറയും, കയ്യം വിട്ടുപോയി. അത് കഴിഞ്ഞ് ഞാൻ എമർജൻസി റൂമിൽ ചെന്നു. അവർ സ്കാൻ എല്ലാം ചെയ്യുമ്പോൾ അവരെന്നോട് പറഞ്ഞ മുഖം മുഴുവൻ മെച്ചപ്പായിപ്പോയി, മുഖത്തെ എല്ല് മുഴുവൻ പൊട്ടിയിട്ടോ ഉണ്ട്, ഏതായാലും സ്കാൻ എടുത്ത് നോക്കട്ടെ. ഞാൻ ആ സമയത്ത് വിഷമിക്കുകയോ കംപ്ലൈൻറ്റ് ചെയ്യുകയോ കരയുകയോ ചെയ്തില്ല. ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നു. തമ്പുരാനെ, എന്നെ വിടുവിക്കുവാൻ അങ്ങയ്ക്ക് കഴിയും, എന്നെ സൗഖ്യമാക്കുവാൻ അങ്ങയ്ക്ക് കഴിയും. ഹല്ലേലൂയ. ആ സമയത്ത് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, അവർ സ്കാൻ എല്ലാം ചെയ്തിട്ട് വന്നപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ വയ്യ.
ആകെപ്പാടെ എൻ്റെ മൂക്കൊടിഞ്ഞിട്ടുണ്ട്, ബാക്കിയെല്ലാം ശരിയായിട്ട് ചെറിയ കട്ടുണ്ട് നെറ്റിയിൽ. അവർ പറഞ്ഞു ഇതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു, ഇത്ര മുഖം നീര് വെച്ച് ഇത്രയും വിഷമത്തോടെ വന്നയാൾ, ഇത്രയും ബ്ലീഡ് ചെയ്ത് വന്നയാൾ വേറൊന്നും കാണാനില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്നാനപ്പെട്ടു. 2013 ഞങ്ങൾക്ക് ബിസിനസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഇന്ത്യയിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എളുപ്പം പറഞ്ഞു പോകാം. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളുടെ കുടുംബമുണ്ട് ഇപ്പോഴും. അവിടെ പോയിരുന്ന് ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ മോനുമായിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരുന്ന പെയിൻ മെഡിസിൻ കംപ്ലീറ്റ് തീർന്നു പോയി. ഈ മോർഫിനായതുകൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ പോലും തന്നെ സ്റ്റോപ്പ് ചെയ്യരുതിന് കുട്ടി റിയാക്ഷൻ ഉണ്ടാകും, വളരെ മെന്റലി അത് അഫക്റ്റ് ചെയ്യും, സൂയിസൈഡൽ തോട്ട്സ് ഉണ്ട്, അത് നിർത്തിക്കളയരുതെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഞാനത് എനിക്ക് ആവശ്യത്തിനില്ല. ഞാൻ അവിടെ ഒരു ഡോക്ടറെ ചെന്ന് കണ്ടു. അദ്ദേഹം പറഞ്ഞു ഇത്രയും ഹൈ ഡോസ് തന്ന എൻ്റെ ലൈസൻസ് നഷ്ടപ്പെട്ടു പോകും. ഹോസ്പിറ്റലിൽ കിടക്കുന്ന മരണത്തോട് മല്ലടിക്കുന്ന ഒരു വ്യക്തിക്കല്ലാതെ ആർക്കും ഇത് കൊടുക്കാൻ പറ്റത്തില്ല, നിനക്കിത് ആര് തന്നു ചോദിച്ചു. ഞാനൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു ദാറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ വീട്ടിൽ വന്നേച്ച് 32 വർഷം ഞാൻ ഈ മോർഫിൻ എടുത്തിയ ആളാണ്. ആ വീട്ടിൽ വന്നേച്ച് ഞാൻ ആ ബോട്ടിലെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് ദൈവത്തോട് ഞാൻ പറഞ്ഞ, അപ്പാ എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ ഭാരത്തിൽ കൂടി, വളരെ രോഗത്തിൽ കൂടി, വളരെ ദുഃഖത്തിൽ കൂടി കടന്നുപോയി. എൻ്റെ ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചു. പിതാവേ, അവിടുന്ന് മനസ്സുണ്ടെങ്കിൽ എനിക്ക് ഈ മരുന്നെടുക്കാതെ എൻ്റെ വേദന മാറ്റിക്കളയാനൊക്കെ കഴിയും. ഞാൻ വിശ്വസിക്കുകയാണ്, ഞാൻ ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിന് വേണ്ടി മാത്രം. ഇത് മുഖാന്തരം ഞാൻ മരിക്കുന്നെങ്കിൽ ദൈവസന്നിധിയിലേക്ക് വരും, ഞാൻ ജീവിച്ചെങ്കിൽ ഞാൻ വേദനയില്ലാതെ ജീവിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ വേദനയുടെ മരുന്ന് 3 ബാക്കിയുണ്ട് ടേബിളെ വെച്ചു. ദൈവസന്നിധി മുട്ടുകുത്തി ഞാൻ കയറി കിടന്നുറങ്ങി. ഞാൻ ആ കഴിഞ്ഞ 30 വർഷം അതുപോലെ ഉറങ്ങിയിട്ടില്ല, അതുപോലെ അന്ന് രാത്രി ഉറങ്ങി. ദൈവത്തിന്റെ ഒരു സമാധാനം എൻ്റെ മേൽ വന്നു. അതുപോലെ തന്നെ 3 ദിവസം ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ഇതുവരെയും ദൈവമക്കളെ ഞാൻ ഒരു ടൈലിനോട് പോലും എടുത്തിട്ടില്ല. ഒരിക്കലും എന്തോ വേദന വന്നാലും ഞാൻ എൻ്റെ ദേഹത്തോട് കൈവെക്കും, എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും. ദൈവം അതുകൊണ്ട് അനേകരുടെ വേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എന്നെ അയക്കാൻ തുടങ്ങി. അപ്പൊ ക്യാൻസർ രോഗികൾ ധാരാളം സൗഖ്യമായി തുടങ്ങി. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഓരോരുത്തർ എന്നെ വിളിക്കും. നാട്ടിൽ നിന്ന് വിളിച്ചു, ഒഹായിൽ നിന്ന് വിളിച്ചു, കാൻസസിൽ നിന്ന് വിളിച്ചു, ഫ്ലോറിഡ എന്ന് വിളിച്ചു, മെക്സിക്കോ എന്ന് വിളിച്ചു. എവിടുന്ന് വിളിച്ചാലും അവർക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്ന ഉടനെ ദൈവത്തിന്റെ ശക്തി അവരെ വ്യാപരിച്ച് ആ വിടുവിക്കുന്ന കരം അവരെ തൊടും, അവർ സൗഖ്യമാകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സാക്ഷ്യമായി പറയാനുണ്ട്. അതൊന്നും ഞാൻ ചെയ്തതല്ലല്ലോ, എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് ഇങ്ങനെയൊന്ന് പറഞ്ഞുകൊണ്ട് മാത്രം. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇപ്പൊ കുറച്ച് മുമ്പേ ഡാളസിലുള്ള ഒരു കൊച്ചിന് വേണ്ടി ഞാൻ 3 മാസം മുന്നേ പ്രാർത്ഥിച്ചു. അവന് വളരെ വളരെ ചെറുപ്പക്കാരൊരു കൊച്ചിന് അവൻ്റെ തൊണ്ട ക്യാൻസർ വന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഞാൻ അവനെ സൗഖ്യമാക്കി കഴിഞ്ഞു. അവര് സർജറിക്ക് വേണ്ടി പോകാനിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പോക്കോ കുഴപ്പമൊന്നുമില്ല, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊന്നും അവന് കാണുകയില്ല. നിങ്ങൾ എന്ന് നോക്കുമ്പം ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ തുറക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം അവന് കാണുകയില്ല, നിങ്ങൾ സമാധാനമായിട്ട് പോകാൻ പറഞ്ഞു. ഇന്ന് എന്നെ വിളിച്ച് പറയുകയായിരുന്നു, അവന് ജോലി കിട്ടി, അവൻ കോളേജ് മടങ്ങിപ്പോയിന് രോഗത്തിന്റെ യാതൊരു ലക്ഷണവും ഇല്ല, ഒരു ചെറിയ സർജറി മാത്രം ചെയ്യേണ്ട വന്നു. നമ്മുടെ നാവിന്റെ അറ്റത്ത് ദൈവശക്തി തന്നിട്ടുണ്ട്. ദൈവനാമത്തിൽ നമ്മൾ പറഞ്ഞാൽ, സാത്താനെ നീ വിട്ടുപോകാൻ പറഞ്ഞാൽ, രോഗബന്ധനങ്ങളെ അഴിഞ്ഞു മാറുവാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ സാത്താൻ വിറച്ചുകൊണ്ട് കടന്നു പോകും. ദൈവമക്കളെ, നമ്മൾ ആരാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. രാജാവിന്റെ മക്കളാണ് നമ്മൾ. സർവത്തെ സൃഷ്ടിച്ചവനെ നമ്മൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ അവന്റെ മക്കളാണ് നമ്മൾ. സാത്താൻ അറിയാൻ നമ്മൾ ആരാന്നേ, നമ്മൾ നടക്കുന്ന വഴി പിശാചിനറിയാൻ നമ്മൾ ആരാന്നേ പലപ്പോഴും നമ്മൾക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇരുന്നോണ്ട് തരണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. യേശുവിന്റെ നാമത്തിന്റെ ശക്തി, യേശുവിന്റെ വചനത്തിന്റെ ശക്തി, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ ഈ മലയോട് നീങ്ങി കടലിൽ വീഴാൻ വീഴും. ആമേൻ. അതാ ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഈ മലയുടെ അടുത്ത് പോയി കർത്താവ് ഇതിനെ മാറ്റണേ എന്ന് പറയാനല്ല, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഹൃദയത്തിൽ സംശയിക്കാതെ ഈ മലയോട് നീങ്ങി കടലിൽ പോയി ചാടാൻ പറഞ്ഞ് അത് ചാടിയിരിക്കും. ആമേൻ. അതിൽ ദൈവവചനത്തിന് മാറ്റം വരികയില്ല. നിങ്ങൾ ദൈവശക്തിയെയും ദൈവവചനത്തെയും അറിയായി കൊണ്ട് തെറ്റിപ്പോകുന്നു. നമ്മൾ പലരും തെറ്റുന്നതിന്റെ കാര്യം തിരുവഴുത്തുകളെ അറിയുന്നില്ല,
ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തിയെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആശ്രിത്വം എന്താണെന്നും ദൈവം ആരാണെന്നും നമ്മൾ മനസ്സിലാക്കാതിരിക്കുന്നത്. അങ്ങനെ 2013 ഞാൻ നാട്ടിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ 5 സർജറി എൻ്റെ ബാക്കിന് ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചെന്നൈ എയർപോർട്ടിൽ വന്ന് പ്ലെയിനിൽ കയറാൻ പോകുന്ന വഴിക്ക് എൻ്റെ കാല് ചെറുതായിട്ടൊന്ന് സ്ലിപ്പ് ചെയ്തു. സ്ലിപ്പ് ചെയ്തിട്ട് ആക്ച്വലി നിലത്ത് വീണില്ല, ഒന്ന് ഇടറിയതേ ഉള്ളൂ. എയർപോർട്ടിനകത്ത് ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര വേദനയായി തീർന്നു. ഞാൻ 12 മണിയായപ്പോൾ എയർപോർട്ടിൽ ചെന്ന് 4 മണിക്ക് എൻ്റെ ഫ്ലൈറ്റ്. ഞാൻ അവിടെ ഇരുന്ന് എളുപരി കൊണ്ടു. ഞാൻ എവിടെ ഇരുന്ന് ദൈവത്തോട് നിലവിളിച്ചപ്പോൾ നീ എൻ്റെ വേദന എടുത്ത് മാറ്റിയതല്ലേ, പിന്നെ എനിക്കിത് എന്ത് പറ്റി, ഞാൻ എങ്ങനെ ഇതൊക്കെ സഹിക്കുന്നത്? എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ പാസ് ഔട്ട് ചെയ്തു. ഞാൻ ഉടനെ ഇവിടെ എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെ മോൻ്റെ നമ്പർ ഞാൻ എൻ്റെ ഐറ്ററിയയിൽ എഴുതി വെച്ചു. ഞാൻ അവിടുത്തെ കുഞ്ഞിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവെ എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഒന്ന് അയക്കണം. അങ്ങനെ ഇരുന്നപ്പോൾ എയർപോർട്ടിന്റെ എന്തോ അധികാരമുള്ള ഒരു ലേഡി നടന്ന് നേരെ എൻ്റെ അടുത്ത് വരിക. അവരെന്നെ നേരെ മുന്നേ വന്ന് ചോദിച്ചു, ക്യാൻ ഐ ഹെൽപ്പ് യു? ഞാൻ പറഞ്ഞു യെസ് ഡെഫിനറ്റ്ലി ഐ നീഡ് ഹെൽപ്പ്. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ വേദന എടുത്തിരിക്കുക. അവർ ഉടനെ തന്നെ ഒരു വീൽ ചെയർ വരുത്തി ഒരാളെ കൊണ്ട് എൻ്റെ പെട്ടിയെല്ലാം എടുത്തിട്ട് അതിനകത്തൊരു ക്ലിനിക്കുണ്ട്, ക്ലിനിക്കിൽ കൊണ്ടുപോയി ആക്കി. ആ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഞാൻ എക്സ്റേ എടുക്കണം, സ്കാൻ ചെയ്യണം, അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് വിടണം. അപ്പം ഞാൻ ചോദിച്ചു നിനക്ക് എന്തെങ്കിലും എനിക്ക് തൽക്കാലത്തേക്ക് എന്തെങ്കിലും തരാമോ? ഞാനങ്ങ് എൻ്റെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ തന്നെ യാത്ര ചെയ്യുന്ന. അവർ പറഞ്ഞില്ല, ഞാൻ നിന്നെ റിലീസ് ചെയ്യത്തില്ല. എയർപോർട്ടിൽ നേരെ അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോളോ ഹോസ്പിറ്റലിൽ 2013 9 അഡ്മിറ്റായി. ആ ദിവസം അവിടുത്തെ ഏറ്റവും ഓർത്തോപീഡിക്കിന്റെ ഏറ്റവും വലിയ ഡോക്ടർ അന്ന് രാത്രി ഏതോ ഒരു രോഗിയെ കാണാൻ അവിടെ വരാനിടയായി തീർന്നു. എന്നെ കണ്ട് MRI എടുത്തും പറഞ്ഞു ഡബിൾ സൈഡ് റപ്ചറാണ്, ഡിസ്ക് റപ്ചർ ആയിപ്പോയി, നിനക്ക് ഇനിയും സർജറി ചെയ്തേ ഒക്കത്തുള്ളൂ, ഇത് ബാക്ക് ഇതുപോലെ പ്രോബ്ലം ഉള്ളതായതുകൊണ്ട് നിനക്ക് ബെഡ് റെസ്റ്റ് തരിക എന്ന് പറഞ്ഞു. അവരെന്നെ ബെഡ് റെസ്റ്റിലിട്ടു. ഇവിടെ എൻ്റെ ഹസ്ബൻഡിനെ വിവരം അറിയിച്ചു. അതൊരു ശനിയാഴ്ചയായിരുന്നു. ഹസ്ബൻഡ് വന്ന് വ്യാഴാഴ്ച വന്ന ദിവസം എന്നെ സർജറിക്ക് കയറ്റി. സർജറിക്ക് കയറ്റുന്നതിന് തലേദിവസം രാത്രി സാത്താൻ എൻ്റെ അടുക്ക് വന്നേച്ച് പറഞ്ഞു, എന്നെ ഒരു പെട്ടി കാണിച്ചേച്ച് പറഞ്ഞു, നീ മരിച്ചു പോകും, നീയാണ് ഈ പെട്ടിക്കകത്ത് കിടക്കുന്നത്. ഞാൻ ഓർത്ത് ഇത് എന്നാ ദർശനമായി കാണുന്നത്. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരാൾ മരിച്ചു കിടക്കുന്ന കാണുന്നത്. എന്നോട് ബാർഗൈൻ ചെയ്യുക. ഞാൻ പെട്ടെന്ന് റിയലൈസ് ചെയ്തു സാത്താനാണല്ലോ അടുക്കുമെന്ന് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു സാത്താനെ നീ എന്നെ വിട്ടുപോയി, യേശുവിന്റെ നാമത്തിൽ പറഞ്ഞു. ഇതങ്ങ് വിട്ടുപോയി. അവരെന്നെ സർജറി റൂമിൽ കൊണ്ടുവന്നു. ഞാൻ അവിടെ ആ ടേബിളെ കിടക്കുമ്പോൾ അവരെന്നോട് ചോദിച്ചു നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പം എനിക്ക് മനസ്സിലായി ഇതത്ര പന്തിയല്ലല്ലോ. ഞാൻ പറഞ്ഞു എൻ്റെ ആത്മാവിനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ തരുന്നു. കർത്താവ് എനിക്കല്ലാതെ ഒന്നും പറയാനില്ല. എന്നെ അറിയാത്തൊരു നാട്, ഭാഷ പോലും അറിയത്തില്ല. ദൈവത്തിന്റെ കരങ്ങളിൽ ഞാൻ തരിക എൻ്റെ ആത്മാവിനെ എന്ന് പറഞ്ഞ് സർജറിക്ക് വിധേയപ്പെട്ടു. സർജറി കഴിഞ്ഞ ഉടനെ ഞാൻ മരിച്ചുപോയി. സർജറി കഴിഞ്ഞ ഉടനെ ജോച്ചാനോട് വന്ന് പറഞ്ഞു അവൾ സർജറി ഒക്കെ ഭംഗിയായി 30 മിനിറ്റ്സ് കഴിയുമ്പോൾ റിക്കവറി റൂമിൽ വന്ന് കാണാമെന്ന് പറഞ്ഞു. പക്ഷേ 30 മിനിറ്റ്സ് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞു, 3 മണിക്കൂർ കഴിഞ്ഞു, ആരും വന്ന് ജോച്ചാനെ വിളിക്കുന്നില്ല. അതിനോടൊക്കെ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഒരു സ്ക്രീനെ നോക്കിയപ്പോൾ എൻ്റെ ഹാർട്ട് സ്റ്റോപ്പ് ചെയ്തു പോയി, സിഗ്നൽ ലൈൻ ആക്കിക്കൊണ്ടിരിക്കുന്നത്. അവരങ്ങ് പാനിക്കായി. നമ്മൾ അമേരിക്കൻ സിറ്റിസനായി കൗൺസിലേറ്റ് ചെയ്യുന്ന അനുവാദമില്ലാതെ ബോഡി മാറ്റാൻ ഒക്കത്തില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഡോക്ടേഴ്സ് നേഴ്സസ് എല്ലാവരും വിഷമിച്ച് അവിടെ ഇരിക്കുക. ആ സമയം ഒരു 20-25 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ മടങ്ങി വന്നപ്പോൾ അവരെൻ്റെ അടുക്കൊന്ന് ചോദിക്കും, നീ ആരാണ്? ഹൂ ആർ യു? വാട്ട് ആർ യു? അപ്പം ഞാൻ ഞാനല്ലേ ഇവിടെ സർജറി കഴിഞ്ഞ ആള്. എനിക്ക് പക്ഷെ എന്താ സംഭവിച്ചെന്നൊന്നും ഒരു വിവരവും ഇല്ല. ഞാൻ ഉണർന്നു വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഉറക്കം കഴിഞ്ഞ് വരുന്നു, നല്ലൊരു ചിരിയോടെ, ഒരു അനസ്തേഷ്യയുടെ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ഞാൻ ഉണർന്നു വന്നു. പെട്ടെന്ന് അവരെന്നെ ഐസിയുലാക്കി. അവർ സന്തോഷിച്ചു, ഇങ്ങനൊരു സംഭവം നടന്നു. അവർ വളരെ സന്തോഷത്തോടെ ഐസിയു കൊണ്ടാക്കി. അവിടെ വെച്ച് എനിക്ക് ഭയങ്കരമായ വേദന തുടങ്ങി. അന്നേരം ഞാൻ നിലവിളിച്ചു, അപ്പാ ഇതെന്താ ഞാൻ ഇത് കൂടെ ഒക്കെയും വീണ്ടും പോയി വരുന്നത്? അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ആരോടേലും പറഞ്ഞു എനിക്ക് പെയിൻ മെഡിസിൻ തരാമെന്നും പറഞ്ഞു. അവർ പറഞ്ഞു ഡോക്ടർ എഴുതി വെച്ചിട്ടുണ്ട്, യാതൊരു പെയിൻ മെഡിസിനും കൊടുക്കരുത്, കാരണം അവൾക്ക് ഹാർട്ട് സ്റ്റോപ്പ് ചെയ്ത് പോയത്. ഇനിയും കൊടുത്താൽ ഒരു പാരസെറ്റമോൾ പോലും കൊടുത്താൽ വീണ്ടും ഹാർട്ട് സ്റ്റോപ്പ് ചെയ്ത് പോകും, അതുകൊണ്ട് ഒന്നും കൊടുക്കരുതെന്ന്. ആ രാത്രി മുഴുവൻ വേദന ഉണ്ടായി ഞങ്ങളിങ്ങനെ കഴിഞ്ഞുകൂടി. ഇപ്പം ഞാൻ ദൈവത്തോട് നിലവിളിച്ചപ്പം അതോട് ഓർത്തോണം, ഞാൻ അവിടെ പോകുന്നതിന് മുമ്പാണ് ഞാൻ പെയിൻ മെഡിസിൻ എടുക്കയില്ല എന്ന് ദൈവത്തോട് സത്യം ചെയ്തത്. അപ്പം പിന്നെ എങ്ങനെ ദൈവം എനിക്ക് പെയിൻ മെഡിസിൻ തരാൻ പറഞ്ഞു? ഞാൻ ദൈവത്തോട് സത്യം ചെയ്ത് പോയില്ലേ. അത് കാരണം
ആണ് എനിക്ക് അങ്ങനെ സംഭവിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം വാക്ക് മാറത്തില്ല, നമ്മൾ മാറിയാലും. അവിടെ വെച്ച് പിന്നെ ഞാൻ ഇത് കരഞ്ഞ് പ്രാർത്ഥിച്ച്, കർത്താവേ ഈ വേദന എനിക്ക് സഹിക്കാമേ, ഞാൻ മരിച്ചു പോയെങ്കിൽ കൊള്ളായിരുന്നു, എനിക്ക് ഈ വേദന എടുക്കാൻ വയ്യ. അപ്പൊ കർത്താവ് എന്നോട് പറയാൻ, ഞാൻ നിനക്ക് ഈ കൃപ തന്നിട്ടുണ്ട്, നീ പ്രാർത്ഥിച്ചാൽ മതി, നീ സൗഖ്യമാവുന്ന. ഒപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എൻ്റെ ദേഹത്തോട് കൈവച്ച് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരുടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു 2, 3, 4 മിനിറ്റ് പ്രാർത്ഥിക്കുമ്പോഴേക്കും ഞാൻ ശരിക്കും ഉറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഉറങ്ങുമ്പോൾ 2, 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങും. രാവിലെ ആയപ്പോഴത്തേക്ക് ഡോക്ടറേറ്റ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ സംഭവം, എന്താ നിങ്ങൾ എന്നെ ഇങ്ങനെ പരീക്ഷ ചെയ്യുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, അല്ല, നീ മരിച്ചു പോയ ആളാ, ഞങ്ങൾക്ക് ഇനി ഒരിക്കലും നിനക്കൊരു അനസ്തേഷ്യ എടുക്കാനോ പെയിൻ മെഡിസിൻ എടുക്കാനോ ഇടയാകരുത്, കാരണം നിന്റെ ഹാർട്ട് നീ സ്റ്റോപ്പ് ചെയ്ത് പോകുമെന്ന് പറഞ്ഞു. ഏതായാലും അങ്ങനെ വന്നു. പിന്നെ ഞാൻ ഒരു പെയിൻ മെഡിസിനും എടുത്തില്ല. 3-ാമത്തെ ദിവസം ഒരു ഫിസിക്കൽ തെറപ്പിസ്റ്റിനെ വിട്ടു എന്നെ ബെഡിൽ എണീപ്പിച്ച് നടത്താൻ. അവർ വരുമ്പോൾ ഞാൻ ഹാളിൽ കൂടെ നടപ്പുണ്ട്. എനിക്ക് ഒരു ഹെൽപ്പും ഇല്ലാതെ ഞാൻ എഴുന്നേറ്റ് നടക്കാം. ഇതിനു മുമ്പ് 5 സർജറി ചെയ്തപ്പോഴും 6 ആഴ്ച കഴിയാതെ എനിക്ക് തന്നെ എണീറ്റ് നടക്കാൻ വയ്യത്തില്ലായിരുന്നു. വല്ലൊരു പെയിൻ മെഡിസിൻ വേണ്ട, എന്നെ ആരെങ്കിലും ഫിസിക്കൽ തെറപ്പി കഴിച്ചു പിടിച്ച് നടത്തിയൊക്കെ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ പരിപൂർണമായ ദൈവം എന്നെ അവിടെ തന്നെ സൗഖ്യമാക്കിയെന്ന ദൈവനാമത്തിന് എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും. 1980 തൊട്ട് ഞാൻ സഹിച്ചുകൊണ്ടിരുന്ന വേദന 2013 തമ്പുരാൻ വേരോടെ പിഴുതെടുത്ത് കളഞ്ഞു. അവനിൽ ആശ്രയിച്ച കൈവിടത്തില്ല ദൈവമക്കളെ. നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ദൈവം ഇന്നും ശക്തനായവൻ, ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുവാൻ മതിയായവൻ. കർത്താവ് ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ സൗഖ്യമാക്കി. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോട് പറയും, നമ്മുടെ കൂടെ ഒരു സ്പെഷ്യലിസ്റ്റ് ഉള്ളപ്പോൾ നമ്മൾ എന്തിനാ വല്ലവരെയും ആശ്രയിക്കുന്നത്? സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ ദൈവം ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ആണ്. അതുകൊണ്ടാണ് മരിച്ചവരെ ഉയർപ്പിച്ചത്. ആരെങ്കിലും മുടന്തിനെ സൗഖ്യമാക്കണമെങ്കിൽ അവനൊരു ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റ് ആണ്. ഹല്ലേലൂയ. ചന്ദ്രരോഗമുള്ളവനെ സൗഖ്യമാക്കുന്ന ന്യൂറോ സർജനോ ന്യൂറോളജി സ്പെഷ്യലിസ്റ്റ് ആണ്. കുരുടനെ സൗഖ്യമാക്കുന്നതിൽ ഒരു ഐയുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. ഹല്ലേലൂയ, സ്തോത്രം. കുഞ്ഞിൽ നിന്ന് സ്ത്രീയെ സൗഖ്യമാക്കണമെങ്കിൽ അദ്ദേഹം ഒരു ഓർത്തോപീഡിക് സർജനാണ്. എല്ലാം ആയവൻ, നമ്മളെ സൃഷ്ടിച്ചവൻ, നമ്മളെ പരിപാലിക്കുന്നവൻ, നമ്മളെ ശക്തനാക്കുന്ന, നമ്മളെ കാത്തുസൂക്ഷിക്കുന്നവൻ, നമ്മുടെ പാറ, നമ്മുടെ കോട്ട, നമ്മുടെ ജീവന്റെ ജലം, ജീവന്റെ അപ്പം, അവൻ നിത്യജീവൻ തന്നവൻ, നമുക്ക് നിത്യജീവനെ വാഗ്ദാനം ചെയ്തവൻ, അവൻ വീണ്ടും വന്ന് നമ്മളെ സ്വർഗരാജ്യത്ത് ചേർക്കാമെന്ന് പറഞ്ഞവൻ വാക്ക് മാറുകയില്ല. അവനെ മുറുകെ പിടിച്ച് എത്ര വലിയ രോഗമായാട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഹല്ലേലൂയ, അവന് സൗഖ്യമാക്കാൻ വയ്യാത്തൊന്നുമില്ല. രോഗം മാത്രമല്ല, നമ്മുടെ ഏത് വിഷയത്തിന്മേലും കർത്താവ് കാൽവരി ക്രൂശിൽ കിടന്ന് പറഞ്ഞ് എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം മനുഷ്യന് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടാ പോയത്. പിന്നെ നമുക്കുള്ള ജോലി എന്താണെന്ന് ഏറ്റുവാങ്ങുക, അതിൽ വിശ്വസിക്കുക, അതിൽ തന്നെ ഉറച്ചു നിൽക്കുക, അതനുസരിച്ച് ജീവിക്കുക, അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ 2013 സർജറി കഴിഞ്ഞതിന്റെ 13-ാമത്തെ ദിവസം ഞാനും ജോച്ചാനും കൂടെ തിരിച്ച് സ്റ്റേറ്റിലേക്ക് വരികയാണ്. അവിടെ വലിയൊരു സെന്റ് ഓഫ് എനിക്ക് കിട്ടി. അവിടുത്തെ നേഴ്സിംഗ് ഡയറക്ടർ ഉൾപ്പെടെ, അവിടുത്തെ മെഡിക്കൽ ഡയറക്ടർ ഉൾപ്പെടെ എല്ലാവരും എൻ്റെ മുറിയിൽ വന്ന് കേക്ക് കൊണ്ടുവന്ന് വെട്ടിയേക്കു. ഞാൻ അവിടെ ആ ഹോസ്പിറ്റലിൽ കടന്ന സമയത്ത് അവിടെ നേഴ്സസിനെ കൊണ്ടൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങിപ്പിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ എന്നെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ, ഒരു ഹിന്ദു ഡോക്ടർ, അങ്ങേര് എൻ്റെ അടുക്ക് വരുമ്പോൾ ചോദിക്കും, നിന്നെ എപ്പോഴും നോക്കിയാലും നീ TV കാണത്തില്ല, നീ എപ്പോഴും ബൈബിൾ വായിക്കുന്നതാണല്ലോ, കാണുന്ന ഇതെന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഐ എം എ ബിലീവർ, ഐ ബിലീവ് ഇൻ ഗോഡ്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, നിനക്ക് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ? തീർച്ചയായിട്ടും. എന്താ വിഷയം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ടെസ്റ്റ് എഴുതാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പം പഠിക്കുന്നൊന്നും എനിക്ക് ഓർമ്മ നിൽക്കത്തില്ല, ഞാൻ വെറുതെ ഇരുന്ന് പഠിക്കാൻ പല പ്രാവശ്യം ശ്രമിച്ച് എനിക്ക് പരീക്ഷ എഴുതാൻ നിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞു, നീ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ, ഈ ദൈവം എൻ്റെ ദൈവം ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നീ ആരാധിക്കുന്ന മിഥ്യാമൂർത്തി, ജീവനില്ലാത്ത മിഥ്യാമൂർത്തിയല്ല എൻ്റെ ദൈവം. അവൻ ജീവൻ തരുന്നവനാ, ജീവൻ എടുക്കുന്നവനാ, സർവത്തെ സൃഷ്ടിച്ചവനാണ്. നീ അവനെ വിളിച്ച് പേടിച്ചതിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ആ ഡോക്ടർ എൻ്റെ അടുക്കുമെന്ന് പറയുകയാണ്, ഇന്നലെ രാത്രി ഞാൻ വായിക്കുന്ന മുഴുവൻ എക്സ്റേ പോലെ എൻ്റെ കണ്ണിന് മുമ്പിൽ ഇരിക്കുക. ആമേൻ. അപ്പോൾ ഞാൻ സുവിശേഷം പറഞ്ഞു. അവിടെ വെച്ച് തന്നെ ഞാൻ ഒരാൾ പോയി 2 ദിവസത്തേക്ക് അദ്ദേഹത്തോട് പറഞ്ഞ് ഒരു ഇംഗ്ലീഷ് ബൈബിൾ വരുത്തി അദ്ദേഹത്തിന് കൊടുത്തു. ആ മനുഷ്യൻ വിശ്വാസിയായി കഴിഞ്ഞു, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ കുടുംബവും അതിന്റെ ചാർച്ചക്കാരെല്ലാം രക്ഷിക്കപ്പെട്ടു. അദ്ദേഹം ഇംഗ്ലണ്ടിലുണ്ട്. വല്ലപ്പോഴും ഒക്കെ എനിക്കൊരു മെസ്സേജ് അയക്കും, ഡു യു റിമെമ്പർ ദാറ്റ് ഡേ എന്ന് ചോദിച്ചുകൊണ്ട്. ദൈവമക്കളെ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ അടങ്ങിയിരിക്കരുത്.
ഈ ദൈവവചനത്തിന്റെ ശക്തി നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ട, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശ്വാസത്തിൽ വരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ആരെയും കണ്ടുമുട്ടിയെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ സ്നേഹിക്കണം. ഹല്ലേലൂയ. ഞാൻ കടയിൽ വന്ന് 2012 തൊട്ട് സുവിശേഷം പറഞ്ഞ അനേകർ. ഞാൻ നമ്പർ പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ നമ്പർ പറയുന്നില്ല. മുസ്ലിങ്ങൾ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, ഹിന്ദുക്കൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, ഏത്തീസ്റ്റ് വന്ന് രക്ഷിതാവായി സ്വീകരിച്ചു, ആഫ്രിക്കൻസ്, നേപ്പാളികളെ, അങ്ങനെ അനേകർ വന്ന് എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ വരും. അതുപോലെ സ്റ്റുഡൻസ് വന്ന് യൂണിഫോം മേടിക്കാൻ വരുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ വിടും. അവരോട് ഞാൻ പറയും, നിങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കണം. നിങ്ങൾ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കരുത്, ക്ലാസ്മേറ്റ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടട്ടെ, നിന്റെ എ ഗ്രേഡ് വേറെ ആൾ കൊടുക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അവരെ എൻകറേജ് ചെയ്യും. ദൈവമക്കളെ, പിന്നെ സൂയിസൈഡ് ചെയ്യാൻ റെഡിയായി വന്നവരുണ്ട് എൻ്റെ അടുക്കൽ. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവം അവരെ വിടുവിച്ചു. ഈ ദുഷ്ടശക്തി എന്ന് പറയുന്നത് മനുഷ്യനെ പോലെ തന്നെ പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ്. പിശാച് എന്ന് പറയുന്നത് നമ്മുടെ ഇമാജിനേഷൻ അല്ല. പിശാച് എന്ന് പറയുന്ന റിയലാണ്. അശുദ്ധാത്മാവ്, ദുഷ്ടാത്മാവ്, ദുരാത്മാവ്, ഹല്ലേലൂയ, ഭൂതക്രിസ്തുവിനെ കെട്ടിയിട്ടിരുന്ന ശക്തനായ ആത്മാവ്, അങ്ങനെ പലതരത്തിലുണ്ട്. ഞാൻ ഈ ഡീമിനോളജി കുറെ ഒന്ന് പഠിക്കാനിടയായി തീർന്നു. കാരണം എന്നാന്ന് ചോദിച്ചു, ഇതൊക്കെ കണ്ട് ഇതെങ്ങനെയാണ് ഇതിനെ ഓടിക്കേണ്ടത്, എങ്ങനെയാണ് ഇതിനോട് ഫൈറ്റ് ചെയ്യേണ്ടതെന്ന് പഠിക്കാൻ വേണ്ടി എന്താന്ന് പറഞ്ഞാലല്ലേ പഠിക്കാൻ ഒക്കത്തുള്ളൂ. നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് പറയണം, ഞാൻ യേശുവിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ട ദൈവ പൈതലാണ്. എന്നെ എൻ്റെ കുടുംബത്തെ എനിക്കുള്ള ഒന്നിനെയും തൊടാൻ നിനക്ക് അധികാരമില്ല. അതുകൊണ്ട് ഗെറ്റ് ബിഹൈൻഡ് മീ സേട്ടൻ. എൻ്റെ അടുത്തോ എൻ്റെ ഭവനത്തിലോ എൻ്റെ ബുദ്ധിയിലോ എൻ്റെ കുഞ്ഞുങ്ങളോ തൊടാൻ നീ വന്നേക്കരുത്. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾ വിവാഹം കഴിക്കാതിരിക്കുന്നെങ്കിൽ അത് ദുഷ്ടശക്തിയുടെ കുടുംബജീവിതത്തെ തകർത്തു വെച്ചിരിക്കുകയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമേ, അവർക്കൊരു പെൺകുട്ടിയെ തരണം, അല്ലെങ്കിൽ ആൺകുട്ടിയെ തരണമെന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. അവരെ പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്ന, അവരുടെ അനുഗ്രഹത്തെ തടഞ്ഞു വെച്ചിരിക്കുന്ന ദുഷ്ടാത്മ ശക്തികളോട് നിന്നോട് യേശുവിന്റെ നാമത്തിൽ വിട്ടുവാഞ്ഞ പറയുകയാണ്, കൽപ്പിക്കുകയാണെന്ന് തന്നെ പറയണം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കതിനുള്ള ധൈര്യം ഉണ്ടായിരിക്കണം. നമ്മൾ പകർന്നിരിക്കുന്ന ശക്തി ദൈവത്തിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ അതിൽ ഉറച്ചുകൊണ്ട് പറഞ്ഞ സാത്താൻ വിട്ടുപോവുക തന്നെ ചെയ്യും. അങ്ങനെ ഞാൻ 2013 മടങ്ങി വന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ പോരുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി. ഞാൻ എയർപോർട്ടിൽ പോയി, ഞങ്ങൾക്ക് പോരണം. ഞാൻ അവരെ വിളിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, പുതിയ ടിക്കറ്റ് 2 പേർക്കും എടുക്കണം. എൻ്റെത് ക്യാൻസൽ ആയിപ്പോയി. ജോയിച്ചാൻ വന്നപ്പോൾ ജോയിച്ചാൻ എടുത്തുകൊണ്ട് വന്നതും എക്സ്പയർ ചെയ്ത് പോയി. ഇനി അവർക്ക് വേറെ പുതിയ ടിക്കറ്റ് എടുക്കണം. $2,000 കൊടുത്താൽ നിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത്. എയർപോർട്ടിൽ വന്ന് നിങ്ങൾ എനിക്ക് ബോർഡിംഗ് പാസ് തന്നല്ലാതെ ഏതായാലും എനിക്ക് പ്ലെയിനെ കയറാൻ ഒക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ വരുമ്പോൾ തന്നോളാം. നീ അതുകൊണ്ടൊരു കാര്യം എനിക്ക് വേണ്ടി ഇന്ന് ബുക്ക് ചെയ്യാൻ പറഞ്ഞ് റിസർവ് ചെയ്തു. ഞങ്ങൾ എയർപോർട്ടിൽ വന്നു. അവിടെ വന്ന് ടിക്കറ്റ് മേടിക്കാൻ ചോദിച്ചാൽ റെഡിയായിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ദൈവത്തോട് ഞാൻ ചോദിച്ചത്, അപ്പാ, ഞങ്ങൾ ടിക്കറ്റ് എടുത്തല്ലേ വന്ന് റിട്ടേണൊക്കെ അത് ക്യാൻസൽ ആയി പോയതാ. ഞങ്ങളുടെ മേൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കണം. ഞാൻ ഇതിന് കാശ് കൊടുക്കത്തില്ല, എനിക്ക് ടിക്കറ്റ് അല്ലാതെ വേണം. യേശുവിന്റെ നാമത്തിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞിട്ട് ഞാൻ അവിടെ വന്ന എയർപോർട്ടിലെ കൗണ്ടറിലുള്ള വ്യക്തിയെ കൈ കാണിക്കാൻ പറഞ്ഞു, ഞാനൊന്ന് സംസാരിച്ചോട്ടെന്ന് ചോദിച്ചു. അപ്പൊ സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞങ്ങൾ നിങ്ങളുടെ പ്ലെയിനിന് വന്നവരാ, ഇത്രയും മാത്രമേ പറഞ്ഞുള്ളൂ. 2 മിനിറ്റ് കഴിഞ്ഞ് 2 ബോർഡിംഗ് പാസും കൊണ്ട് അദ്ദേഹം കയറി വരുന്നത്. ഞങ്ങൾ പുതിയ ടിക്കറ്റ് എടുത്തില്ല. അത് മാത്രമല്ല, നിങ്ങൾക്ക് എത്ര പെട്ടിയുണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞ് 8 പെട്ടി. മുഴുവൻ പെട്ടിയും വിട്ടേക്കാൻ പറഞ്ഞു, ഒരു പൈസ പോലും കൊടുക്കാതെ. അതിന്റെ സൂപ്പർവൈസർ തന്നെ എന്നെ വീൽ ചെയറെ വെച്ച് പ്ലെയിനെ കൊണ്ടാക്കി, എന്നെ കൂടെ. അവിടെ ചെന്ന് ദുബായ് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു VIP വരുന്നുണ്ട്. അവിടെ വരുമ്പോൾ പ്ലെയിനിൽ താഴെ ഇറങ്ങാതെ പ്ലെയിനിന്റെ പൊക്കത്തിൽ തന്നെ ഒരു എസ്കലേറ്റർ പോയിട്ട് സാധനം കൊണ്ടുവന്നിട്ട് അതേ കൊണ്ടുവന്ന് മറ്റേ പ്ലെയിനെ കയറ്റി വിട്ടു. ദൈവം കരുതുന്നവർ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ എവിടെ ചെന്നാലും ദൈവം കരുതിക്കൊള്ളും. അതിന് യാതൊരു മാറ്റവുമില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് അന്ന് തൊട്ട് ഞാൻ ബിസിനസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൂടാതെ ബാക്കി ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ വചനം ഇച്ചിരി പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഫസ്റ്റ് സമയമുണ്ടല്ലോ അല്ലേ? ഹലോ, ഓക്കെ. അങ്ങനെ 2014 പിന്നെ ഒരു സംഭവം ഉണ്ടായി. എനിക്ക് ന്യൂമോണിയ വന്നു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അവിടെ വെച്ച് കോർട്ടിസോണൊക്കെ തന്ന് എൻ്റെ ബ്ലഡ് ഷുഗർ ഒത്തിരി ഹൈ ആയി. അവിടെ ഹോസ്പിറ്റലിൽ 1 ആഴ്ച കിടന്ന് വീട്ടിൽ വന്ന് ബ്ലഡ് ഷുഗർ ആയി. വീണ്ടും പോയി. വീണ്ടും
ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം എനിക്ക് സെപ്റ്റിക് ആയിപ്പോയി. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എങ്ങനെയോ സെപ്റ്റിസേമിയ വന്നു, ഭയങ്കര ഹൈ ഫീവർ വന്ന് ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവരെനിക്ക് IV തരാൻ നോക്കിയിട്ട് പറ്റത്തില്ല. എൻ്റെ സിസ്റ്റം എല്ലാം വീണ്ടും ഡൗൺ ആയിപ്പോയി, സർവ്വ അവയവവും ഡൗൺ ആയിപ്പോയി. ബ്ലഡ് പ്രഷർ ഡ്രോപ്പ് ടു 23. അവർക്കത് മെഷറബിൾ അല്ലാതായി. ഓക്സിജൻ ലെവൽ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്ന് എൻ്റെ ഹസ്ബൻഡിനെയും കുഞ്ഞുങ്ങളെ എല്ലാം വിളിച്ചു വരുത്തി. ഒരു ഓവർ നൈറ്റ് ഇരിക്കത്തില്ല. വൈകിട്ട് ഈവനിങ് 4 മണിയായപ്പോൾ ചെന്ന് എന്നോട് അവർ പറഞ്ഞു, നീ മേക്ക് ചെയ്യത്തില്ല ഓവർ നൈറ്റ്, ഞങ്ങൾ നിന്നെ വെന്റിലേറ്റർ ഇടാൻ പോവുകയാണ്, നീ ജീവിക്കത്തില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു, ഐ ആം സോ സോറി, വി കനോട്ട് ഹെൽപ്പ് യു. നിന്റെ സർവ്വ കിഡ്നി ഉൾപ്പെടെ സർവ്വ അവയവം വർക്ക് ചെയ്യാതായി, ഇതെല്ലാം ഡൗൺ ആയിപ്പോയി, ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. ആ സമയത്ത് ദൈവമക്കളെ ഞാൻ ദൈവത്തോട് ചോദിച്ചു, അപ്പാ കഴിഞ്ഞ വർഷം എന്നോട് പറഞ്ഞു നിന്നെ എൻ്റെ വേലയ്ക്ക് വിളിച്ചതാണെന്ന്. അപ്പോൾ എൻ്റെ വേല തീർന്നോ ഈ ലോകത്തിലെ? തീർന്നെങ്കിൽ ഞാൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് വന്നോളാം, എനിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല. എന്നാൽ തീർന്നില്ല എങ്കിൽ അങ്ങ് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് എന്നോട് പറയുകയാണ്, ഞാൻ തച്ചനാണ്, ഞാൻ നിനക്ക് പുതിയ അവയവങ്ങളെ പണിയും. ആമേൻ. ഒന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വല്ല ഹലൂസിനേറ്റ് ചെയ്യുമായിരിക്കും. ഞാൻ ഉടനെ പറഞ്ഞു, അപ്പാ എനിക്ക് ഒന്നുകൂടെ പറഞ്ഞു തരണം, അങ്ങ് തന്നെയാണ് ഇത് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതിനോട് ഒന്നുകൂടെ സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറയാം, ആം ദ കാർപ്പൻ്റർ, അവർ മേക്ക് യു ന്യൂ ഓർഗൻസ്. അത് കഴിഞ്ഞൊരു 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ അതിലൊരു ഡോക്ടർ മടങ്ങി വന്നിട്ട് പറഞ്ഞു, ഞാൻ നിനക്കൊരു സെൻട്രൽ ലൈൻ ഇട്ട് ഒരു ഡോപ്പവിനൊന്ന് പുഷ് ചെയ്ത് നോക്കാൻ പോവാ, ഹാർട്ട് ബീറ്റ് ഫാസ്റ്റർ ആവുകയാണെങ്കിൽ നീ രക്ഷപ്പെടും. ഞാൻ പറഞ്ഞു ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തു. അതോടെ അവരെന്നെ ICUവിലാക്കി. ഹാർട്ട് ബീറ്റ് നോർമലായി തുടങ്ങി. 10 ദിവസം അവിടെ കിടന്നു. ആ സമയത്ത് എൻ്റെ അടുക്ക് വന്ന നേഴ്സസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഒരു നേഴ്സ് രോഗിയായി വന്ന് അവളങ്ങ് സൗഖ്യമായി. അത് കഴിഞ്ഞേച്ച് അവിടെ നേഴ്സസിനെ കൊണ്ട് ഞാനൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് അവിടെ തുടങ്ങിച്ചു. ഇത് കഴിഞ്ഞേച്ച് ഞാൻ ഇതൊക്കെ പറയുന്നത് ഞാൻ ചോദിച്ചാൽ, ഞാൻ എക്സ്ട്രാ ഓർഡിനറി ആളൊന്നുമല്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, എലിസബത്തിനെ കാണാൻ ചെന്നപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആ വയറ്റിൽ കിടന്ന പുള്ളിയും നമ്മൾ വായിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് തുള്ളാതിരിക്കാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. ഞാന് നിങ്ങളോട് പറഞ്ഞല്ലോ, ആദ്യമേ ഞാൻ ആ കൺവെൻഷന് പോയപ്പോൾ എനിക്കൊരു നാണക്കേടായി തോന്നി. ഞാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ എന്നെ നിറച്ചു. അന്യഭാഷയിൽ മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ എനിക്കിഷ്ടമാണ്. എനിക്കിന്ന് സത്യം പറഞ്ഞ് രാവിലെ 6 മണിക്ക് തുടങ്ങിയതാണ്. ഞാൻ എൻ്റെ ഒച്ചയൊക്കെ പോയി. 6 തൊട്ട് കുറേ സമയം ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് തന്നെ ഒരു ചർച്ച ഞങ്ങൾ തുടങ്ങാൻ കാരണം, ഞാൻ ബൈബിൾ കോളേജിൽ പോയി 3.5 വർഷത്തെ തിയോളജി BSc ഇൻ തിയോളജി എടുത്തു. ജോച്ചാനും ബൈബിൾ കോളേജിൽ ഇതിനോടടുത്ത് പോയി പിന്നെ ഒരു ഡിഗ്രി എടുത്തു. ഞങ്ങൾക്ക് 2 പേരും ചെറുപ്പക്കാരൊന്നുമല്ല. ഞാൻ 70, ജോച്ചാൻ 73. ഇതിനോടടുത്ത് പോയി ബൈബിൾ പഠിച്ചു. അത് കഴിഞ്ഞ് 2016 കർത്താവ് തന്നെ വീണ്ടും ഞങ്ങളോട് സംസാരിച്ചു. പല പ്രാവശ്യം ദൈവം എൻ്റെ അടുക്കരുത് സംസാരിക്കുന്നത് ഞാൻ ശബ്ദം കേട്ടിട്ടുണ്ട്. ഞാൻ കാഴ്ചകൾ കണ്ടിട്ടുണ്ട്, വലിയ വലിയ കാഴ്ചകൾ എനിക്ക് കാണിക്കാറുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും നടക്കുന്നതിന് മുമ്പ് എന്നെ വിളിക്കും, എന്നോട് പറയും ഇന്നത് നടക്കാൻ പോകുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. ഞാൻ ഒരു ദിവസം കടയേറെ നടത്തിരിക്കുമ്പോൾ ഒരു കാഴ്ച കാണും. ഒരു ബൈക്കിൽ പോകുന്നൊരു വ്യക്തി ഒരു ട്രക്കിനടി കയറുന്നു. ആ ട്രക്കിനടിയിൽ നിന്ന് ഈ ബൈക്ക് തെറിച്ച് വെളിയിൽ പോകുന്നു. ആ വ്യക്തി മരിച്ചു പോകുന്നു. ആരാന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ, യേശുവിന്റെ നാമത്തിൽ അതേത് വ്യക്തിയാണ് ഇത് സംഭവിക്കാതിരിക്കട്ടെ, മരണം ദൂതനെ അവനെ വിട്ടുപോകാൻ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അന്ന് വൈകിട്ട് എനിക്കൊരു ഫോൺ കോൾ ഡിട്രോയിറ്റിൽ നിന്ന് വന്നു. ഞാൻ ഒരു ഹിന്ദു ഫാമിലിക്ക് വേണ്ടി ഞാൻ അവരുമായി പ്രാർത്ഥിച്ചിട്ടുള്ള അവരോട് സുവിശേഷം പറഞ്ഞിട്ടുള്ളതാണ്. ആ വ്യക്തിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. അദ്ദേഹം ബൈക്കിൽ നിന്ന് തെറിച്ചു പോയി. മെഡ് ഫ്ലൈറ്റ് വന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവർ ഈ വൈഫിനെ വിളിച്ച് പറഞ്ഞ് മരിച്ചുപോയി എന്ന്. പുള്ളിക്കാരൻ്റെ വൈഫ് എന്നെ അവിടെ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, മരിച്ചിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം അവനെ വിടുവിക്കുന്നത് ഞാൻ കണ്ടത്, ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അവർ മെഡ് ഫ്ലൈറ്റിൽ എമർജൻസി റൂമിൽ കൊണ്ടുവന്നപ്പോൾ ഇദ്ദേഹത്തിന് അനക്കമില്ലായിരുന്നു. പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, എനിക്ക് പോകാൻ പേടി ആൻറ്റി, മരിച്ചുപോയി. ഞാൻ ചെന്ന് ഞാൻ പറഞ്ഞു മരിക്കത്തില്ല, ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അവിടെ ചെന്നു. അദ്ദേഹം 24 hours അൺകോൺഷ്യസ് ആയിട്ട് കിടന്നു. ഉണർന്നു കഴിഞ്ഞ് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ദേഹത്ത് ഒരു അസ്ഥി പോലും ഒടിഞ്ഞിട്ടില്ല, ഒരു മുറിവോ ചതവോ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. ഷോക്ക് കൊണ്ട് അൺകോൺഷ്യസ് ആയി പോയി എന്ന് മാത്രം. പക്ഷെ ദൈവം വിടുവിച്ചു. ഇന്നും അദ്ദേഹം ആരോഗ്യത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മളെ ദൈവം വിഷം കാണിച്ചാൽ അവർക്ക് വേണ്ടി അപ്പോഴേ പ്രാർത്ഥിച്ചോണം.
ദൈവം അപ്പോൾ അവർക്ക് വിടുതലുള്ളൂ. നമ്മൾ ആരും അറിഞ്ഞിട്ട് കാര്യമില്ല, ആരും അറിഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. നാട്ടിൽ പോയൊരു വ്യക്തി പോയിട്ട് മടങ്ങി വരാവുന്നതിന് 2 ദിവസം മുന്നേ അദ്ദേഹത്തിന് ഭയങ്കരമായ നടുവേദനയും പിന്നെ പനിയും ഭയങ്കര വിഷമമായി സ്കാൻ ചെയ്തു, ടെസ്റ്റ് എല്ലാം ചെയ്തു, എന്താണെന്ന് അറിയത്തില്ല. അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സമയമായി. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ വൈഫിനെ ക്യാൻസർ വിളിച്ചു. വൈഫ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നപോലെ ഒരു പ്രശ്നം ഉണ്ടായി, ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു കുപ്പി വെള്ളം എടുത്തു, ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, ഈ വെള്ളം കുടിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങിക്കോ. കാരണം അദ്ദേഹം പറഞ്ഞു, 3 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട് വേദന കാരണം അവർ എന്നാ പെയിൻ മെഡിസിൻ തന്നിട്ടും എന്റെ വേദന പോകുന്നില്ല എന്ന് പറഞ്ഞു. ദൈവമക്കളെ, ഞാൻ ഇവിടെ ഇരുന്നോട് ഫോണിൽ കൂടി ആ വെള്ളത്തിൽ കൂടെ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ശക്തി ആ വെള്ളത്തിൽ വ്യാപരിച്ചു. അദ്ദേഹം അത് കുടിച്ച് തീരുമ്പോൾ അദ്ദേഹം ഉറങ്ങിക്കഴിഞ്ഞു. ആമേൻ. ആ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കിഡ്നി സ്റ്റോൺ ആയിരുന്നു, അതങ്ങ് പോയി. പിറ്റേ ദിവസം അദ്ദേഹം ഇവിടെ വന്നു. ആമേൻ. ഒരു ക്യാൻസറിന് ഇവിടെ ഞങ്ങളെ കാണാൻ വന്നു. അങ്ങനെ 1000 സാക്ഷ്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ദൈവത്തെ മുറുകെ പിടിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. എത്ര വലിയ പ്രശ്നങ്ങളിൽ കൂടി പോയാലും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമാണ്. ദൈവമക്കളെ, മരണത്തെ ഭയപ്പെടരുത്. കാരണം അകാല മരണം സംഭവിക്കാൻ ദൈവം അനുവദിക്കുന്നു എങ്കിൽ അതും ദൈവഹിതമെന്ന് വിചാരിക്കണം. എന്ന് കരുതി നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന പ്രാർത്ഥിക്കരുതൊന്നുമല്ല. നമ്മൾ ദീർഘായുസ്സോടെ ഇരിക്കാനാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതിൽ നമ്മുടെ ജീവിതത്തെ ഷോർട്ടാക്കുന്ന സാത്താന്റെ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ദൈവത്തോട് കൂടെ നടക്കുന്നവരായിരിക്കണം, ദൈവവചനത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, ഉറച്ചു നിൽക്കണം. എന്തെല്ലാം നമ്മുടെ ചുറ്റും വീണാലും നമ്മളെ തകർന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചാൽ നമ്മളെ അപ്പുറം കടത്തും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ 2016 കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഒരു പ്രാർത്ഥനാലയം തുടങ്ങണം. ആ പ്രാർത്ഥനാലയത്തിൽ വരുന്നവർ ദുഃഖിക്കുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കണം, ബലം കുറഞ്ഞവരെ ബലപ്പെടുത്തണം, പൊളിഞ്ഞ മുഴങ്കാലുകളെ നിവർത്തണം. അനേകരെ ഞാൻ നിങ്ങളുടെ അടുക്കൽ അയക്കും, അവർക്കൊരാശ്വാസമായി തീരണം. ജാതി നോക്കരുത്, സകല ജാതികൾക്കും ഉള്ള ഒരു പ്രാർത്ഥനാലയമായിരിക്കണം അതെന്ന് പറഞ്ഞു. ഞാനത് കേട്ട ഉടനെ ഞാൻ നിലത്ത് മുട്ടുമുട്ടിക്കറിഞ്ഞ, അപ്പാ എനിക്കിതൊന്നും അറിയത്തില്ല, ഒരാലയം നടത്താനൊന്നും ഞങ്ങൾക്ക് കഴിവില്ല, ഞങ്ങൾക്ക് വാർദ്ധക്യമായി, ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്നും അറിയത്തില്ല. മോശ പറഞ്ഞ പോലെ ഒഴികഴിവ് പറയാൻ തുടങ്ങി. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാനാ നിന്നോട് പറയുന്നത്. ഉടനെ ഞാൻ പറഞ്ഞപ്പാ അവിടുന്ന് പറയുന്നത് ഞാൻ എങ്ങനെ അറിയുന്നേ? അപ്പൊ എന്നോട് പറഞ്ഞു, ഈ ഉൽപ്പത്തി പുസ്തകം 32 വാക്യം വായിക്കണം, അതിന് ആ പേരിടാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ മഹനയീം ക്രിസ്ത്യൻ മിനിസ്ട്രീസ് എന്ന് പറഞ്ഞൊരു മിനിസ്ട്രി തുടങ്ങി. പിന്നെ ഞങ്ങളുടെ വർഷിപ്പ് സെന്ററിന്റെ പേര് ഗോഡ് ക്യാമ്പ് വർഷിപ്പ് സെന്റർ എന്നാണ്. ഒരു ചർച്ച ഞങ്ങളിപ്പം സൺഡേ മോർണിംഗിൽ 9 തൊട്ട് 11 വരെ സൂമിൽ കൂടെ മീറ്റിംഗ് ഉണ്ട്. കുറേ പേര് ഓർത്തഡോക്സുകാരും അങ്ങനെയുള്ളവരൊക്കെ കയറാറുണ്ട്. പിന്നെ അതുകൂടാതെ ഞങ്ങൾക്ക് ചൊവ്വാഴ്ചയുണ്ട്, വൈകിട്ട് വ്യാഴാഴ്ച പ്രാർത്ഥനയുണ്ട്, വെള്ളിയാഴ്ച ഓവർനൈറ്റ് വെക്കാറുണ്ട്, ഹോൾ നൈറ്റ് ഇന്ന് പ്രാർത്ഥിക്കും, ശനിയാഴ്ച ഉണ്ട്. അങ്ങനെ പ്രാർത്ഥന ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ഒരു കുറഞ്ഞത് മിനിമം 10-15 പേരെയും പ്രാർത്ഥിക്കാൻ ഓരോ ആവശ്യങ്ങൾക്ക് വിളിക്കും. അവർക്കൊക്കെ വേണ്ടി ദൈവസന്നിധിയിൽ ഞാൻ നൽകുന്ന അപേക്ഷയും യാചനയും, പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും യാചിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യും. അവരെയൊക്കെ ദൈവം വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അനേകം പേരെ ദൈവം രക്ഷയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മളെ ഓരോരുത്തരെയും, ദൈവമക്കളെ ഓരോരുത്തരെയും ഉപയോഗിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന തൊഴിൽ, നിങ്ങൾ പോയി രോഗികളെ സൗഖ്യമാക്കുവീൻ, ഭൂതങ്ങളെ പുറത്താക്കുവീൻ, സ്വർഗരാജ്യം പ്രസംഗിപ്പീൻ, മരിച്ചവർ ഉയർപ്പിപ്പീൻ നമ്മുടെ തമ്പുരാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം ഇപ്പുറം ഒന്നുമില്ല. നമ്മളതിന് വിശ്വസിച്ച് ഏറ്റെടുക്കണം. നമ്മൾ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. മരണകരമായ യാതൊന്ന് കുടിച്ചാലും നമുക്ക് ഹാനി വരികയില്ല. ഭൂതങ്ങളോട് വിട്ടുപോകാൻ പറഞ്ഞാൽ ഭൂതത്തെ പുറത്താക്കാൻ അധികാരം തന്നിട്ടുണ്ട്, നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. പലപ്പോഴും ഹല്ലേലൂയ, ഞങ്ങൾ ഈ ഭവനം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ ഞങ്ങൾ ഒന്നിച്ച് 2018 വരെ താമസിച്ചിരുന്നത്. എന്നാൽ 18 ആയപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വേറൊരു വീട് വാങ്ങിച്ച് മാറി. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി അവിടെ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. 24 മണിക്കൂർ ഞങ്ങൾക്ക് പ്രാർത്ഥനയുടെ ഇടയ്ക്ക് കുറച്ച് സമയം കടയിൽ പോകും. ചില ദിവസം രാത്രിയിൽ ഞങ്ങളുടെ ലിവിങ് റൂമിൽ അന്യഭാഷയിൽ അല്ലെങ്കിൽ സ്വർഗത്തിലെ മാലാഖമാർ പ്രാർത്ഥിക്കുന്ന ശബ്ദം കേൾക്കാറുണ്ട്. രാത്രിയിൽ എഴുന്നേറ്റ് വന്ന് നോക്കുന്നത് ലിവിങ് റൂമിൽ എന്താ ഈ ശബ്ദം കേൾക്കുന്നത്, അവിടെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരുന്നത് കേൾക്കാം.
ചില ദിവസം പകൽ ഞാൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ വീടിനകത്ത് പ്രാർത്ഥിക്കുന്ന ശബ്ദം കേൾക്കാം. ദൈവമക്കളെയും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരും. അത് ദൈവത്തിന് വലിയ ഇഷ്ടമാണ്. നമ്മൾ എപ്പോഴും ഇന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. സൂയിസൈഡ് ചെയ്യാനായിട്ട് ഒരുങ്ങി വന്ന ഒരു പെൺകുട്ടി അതിനിടയ്ക്ക് എന്തോ കാരണവശാൽ കടയിൽ വന്നപ്പോൾ അത് വളരെ ഇറിറ്റേറ്റഡ് ആയിട്ട് നടക്കുന്ന കണ്ടപ്പോൾ ഞാൻ അടുക്ക ചെന്ന് ചോദിച്ചു, ക്യാൻ ഐ ഹെൽപ്പ് യു? പറഞ്ഞു, നോ, ഐ ഡോണ്ട് നീഡ് യുവർ ഹെൽപ്പ്. അപ്പം ഞാൻ പുറകോട്ട് മാറി ഇന്ന് ദൈവത്തോട് ചോദിച്ചു, അപ്പാ ഞാൻ ഇവരോട് എന്തോ പറയണം? അപ്പം എന്നോട് നീ സൗമ്യമായിട്ട് നിൽക്കുക, ഞാൻ നിനക്ക് അവസരം തരാം. അങ്ങനെ നിന്ന് വീണ്ടും കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇഫ് യു ഡോണ്ട് വോണ്ട് ടു ബൈ എനിത്തിങ്, ഡോണ്ട് ഹാവ് ടു ബൈ എനിത്തിങ്, ബട്ട് ക്യാൻ ഐ പ്രേ ഫോർ യു? അപ്പോൾ അവൾ എന്നെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് എൻ്റെ പ്രശ്നത്തിന് പരിഹാരം തരാൻ ഒക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് തരാൻ ഒക്കത്തില്ല, എൻ്റെ ദൈവത്തിന് തരാനൊക്കും, എൻ്റെ ദൈവത്തിന് തരാനൊക്കും. ഞാൻ ആ കൊച്ചിനെ വിളിച്ചൊരു കസേര എത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുത്തപ്പോൾ കൊച്ചു പൊട്ടിക്കരഞ്ഞ് എന്നോട് പറഞ്ഞു, നാളെ രാവിലെ എൻ്റെ ഡിവോഴ്സിൻ്റെ ഫൈനൽ ആകുകയാണ്, എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് കളയണ്ട, എനിക്ക് ഡിവോഴ്സ് ആകണ്ട, പക്ഷെ അവൻ കള്ളു കുടിച്ച് എന്നെ ഉപദ്രവിക്കുന്നതുകൊണ്ട് ഫയൽ ചെയ്തതാ. ഞാൻ ഓർത്ത് അവൻ മനം തിരിയുമെന്നവൻ ഇതുവരെയും തിരിഞ്ഞിട്ടില്ല. ഞാൻ അതുകൊണ്ട് വിചാരിച്ചു ഇന്ന് രാത്രി ഞാൻ എൻ്റെ ജീവനെ എടുക്കും, രാവിലെ എനിക്ക് ആ കോർട്ടിൽ പോകണ്ടല്ലോ എന്നോർത്ത്. എന്ത് അങ്ങനെ ഞാൻ ഈ കടയിൽ വന്ന നേരത്തിൽ എനിക്ക് ഇവിടുന്ന് ഒരു സാധനവും വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു, അപ്പാ താങ്ക് യു, ആ കൊച്ചിനെ കൊണ്ട് തന്നതിന് താങ്ക് യു. ഞാൻ അവളുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, നിന്റെ എല്ലാ വിഷയം നീ എന്തൊക്കെ തന്നേരെ, ഞാൻ എൻ്റെ തമ്പുരാൻ്റെ അടുത്ത് രാത്രി പോയിരുന്നു പ്രാർത്ഥിച്ചോളാം, നീ എന്നിട്ട് വീട്ടിൽ പോയി സുഖമായിട്ട് ഉറങ്ങിക്കോ. രാവിലെ എണീക്കുന്ന ഉടനെ ഫോൺ എടുത്ത് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് വരണം, ഐ ലവ് യു എന്ന് പറയുമ്പോൾ അവൻ തിരിച്ചതേ മറുപടി വന്നെങ്കിൽ നീ പോയി അതും ക്യാൻസൽ ആക്കും. അതുകൊണ്ട് നീ വിശ്വസിച്ച് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിക്കും, ഒന്നും ഭാരപ്പെടണ്ടെന്ന് പറഞ്ഞു. ദൈവമക്കളെ, അന്ന് രാത്രി ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ കൊച്ചി രാവിലെ ചെന്നേച്ച് ഫോൺ ചെയ്തേച്ച് പറഞ്ഞു, ഐ ലവ് യു എന്ന് പറഞ്ഞ അമ്മ തിരിച്ച് ഐ ലവ് യു എന്ന് പറഞ്ഞ അവർ ഡിവോഴ്സ് ക്യാൻസൽ ചെയ്തു. ഇവർ രണ്ടും കൂടെ എൻ്റെ കടയിൽ വന്ന് എന്നെ കാണാൻ വന്നത്. ഒന്നും എൻ്റെ മിടുക്കല്ല, ഒരാത്മാവിനെ നരകത്തിൽ നമ്മളെ രക്ഷിക്കാൻ പറ്റും. നമ്മൾ ചെയ്തിരിക്കണം, അതിന് നമ്മൾ കടപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഇനി എത്ര മിനിറ്റുകളുണ്ട് പാസ്റ്റേ? ഇനി അരമണിക്കൂറുണ്ട്. ഓ, ദൈവത്തിന് സ്തോത്രം. ഞാനിതൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് ധൈര്യം പകരാനാണ്. നിങ്ങൾ ധൈര്യം പകരാനാണ്. ഹല്ലേലൂയ. എൻ്റെ ദേഹത്തെ ചില ദിവസം രാവിലെ എണീക്കാൻ വയ്യാത്തപ്പോൾ ഞാൻ നൂറ് കൈ പൊക്കിയിട്ട് പറയും, അപ്പാ എൻ്റെ കയ്യെ പിടിച്ചിരിക്കുക സ്തോത്രം, എനിക്ക് ബലം തന്നിരിക്കുക സ്തോത്രം, എൻ്റെ കാലിന് ബലം തന്നിരിക്കുക സ്തോത്രം, എനിക്ക് ശക്തി തന്നിരിക്കുക സ്തോത്രം. അങ്ങനെ പറഞ്ഞ് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി ഒരു കാപ്പി ഇടുമ്പോഴത്തേക്ക് വേദനയെല്ലാം സ്തോത്രം. ഞാൻ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം തൊട്ട് 41 വരെയുള്ള വാക്യം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. പ്രത്യേകിച്ച് ദൈവദാസന്മാരൊക്കെ ധാരാളം പ്രസംഗങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ അടുക്കൽ നിന്ന് വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിരകൾ തള്ളിക്കയറിക്കൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ചുറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ പീരിക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. ഈ പാൻഡമിക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ വളരെ ഭയം കയറിയിരിക്കുക. നാളെ എന്താ? അനേകരുടെ ഭവനം നഷ്ടപ്പെടുന്നു, ഭർത്താവിന് ഭാര്യ നഷ്ടപ്പെടുന്നു, ഭാര്യയ്ക്ക് ഭർത്താവ് നഷ്ടപ്പെടുന്നു, കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെടുന്നു, മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുന്നു. അങ്ങനെ ലോകം വലിയൊരു ഭീതിയിലായിരിക്കുക. ചുരുക്കം പറഞ്ഞ കാറ്റും കൊള്ളും അടിച്ചുകൊണ്ടിരിക്കുക പലരുടെയും ലോകം മുഴുവൻ. സാധാരണ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ ഒന്നിൽ ഒരു കമ്മ്യൂണിറ്റി എഫക്റ്റ് ചെയ്യും, ഒരു രാജ്യത്തെ എഫക്റ്റ് ചെയ്യും. ഇത് ലോകത്തെ മുഴുവൻ അഫക്റ്റ് ചെയ്തിരിക്കുകയാണ്. ബെഗേഴ്സ് ടു ദ പാലസ്, ഏറ്റവും ദരിദ്രത്തിൽ താമസിക്കുന്നവൻ തൊട്ട് പാലസിൽ താമസിക്കുന്ന രാജാവിനെ വരെ തൊട്ടിരിക്കുക. ഇത് ദൈവം അറിഞ്ഞല്ലാതെ എങ്ങനെ സംഭവിച്ചു? ഈ സമയത്ത് എനിക്ക് ദൈവമക്കളോട് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യം ഞാൻ ഓർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലുള്ള കൊടുങ്കാറ്റുകൾ അടിക്കാറുണ്ട്.
ആ അടിക്കുന്ന സമയത്ത് നമ്മൾ പാനിക്കായി പോകാതെ, ഇത് വളരെയധികം ആൾക്കാരെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കണ്ട്, ന്യൂസ് കേട്ട്, അതിന്റെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഇതിന്റെ ഭീകരതയെ നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഇതിനപ്പുറം കിടക്കാൻ ഒക്കത്തില്ല. അതൊക്കെ പറയുന്നവർ പറയട്ടെ, അതിന്റെ എന്നാ പറയുന്നത്, വാക്സിനേഷൻ കണ്ടുപിടിക്കുന്നവർ കണ്ടുപിടിക്കട്ടെ, അത് ഇഞ്ചക്ട് ചെയ്യുന്നവർ ചെയ്യട്ടെ. നമുക്ക് തരുമ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മാസ്ക് വെക്കണം, കൈ കഴുകണം, ക്രൗഡിൽ പോയാൽ നമ്മൾ അങ്ങ് അനുസരിക്കുക, അത്ര തന്നെ. പക്ഷേ ഈ കാറ്റും കോളും വരുമ്പോൾ, ദൈവമക്കളായവർ ഒരു രോഗം വരുമ്പോൾ, ഒരു ഭാരം വരുമ്പോൾ, ഒരു കുടുംബത്തിലൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ മുട്ടുമടക്കുന്നവരായിരിക്കണം, അല്ലാതെ പാനിക്കാവുന്നവരല്ല ആകേണ്ടത്. ഈ 4-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, അതിന്റെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നു, അവൻ പിന്നെ കടൽക്കര വെച്ച് ഉപദേശിപ്പാൻ തുടങ്ങി. അപ്പോൾ ഏറ്റവും വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടുകൊണ്ട് അവൻ പടകിൽ കയറി കടലിലിരുന്നു. അത് കഴിഞ്ഞ് അതേപടിയാണ് നമുക്ക് അക്കരയ്ക്ക് പോവുക എന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോവുക എന്ന് അവനോട് പറഞ്ഞത്. ആ ഇരുന്ന പാടെ ശിഷ്യന്മാരാരെ പോണു, ഈ കർത്താവായ യേശുവിന് കൂടെ നടക്കുന്നവരൊരു വീട്ടിൽ പോകാനോ ആഹാരം കഴിക്കാനോ വസ്ത്രം മാറാനോ ഒന്നും തുനിഞ്ഞില്ല. യേശു ക്രിസ്തു പറഞ്ഞ അതേപടി അനുസരിച്ചുകൊണ്ട് അവനോടുകൂടി അക്കരയ്ക്ക് പോവുകയാണ്. അക്കരെ പോകുന്ന എന്തിനാന്ന് ശിഷ്യന്മാരോട് കർത്താവായ യേശു പറഞ്ഞില്ല. കാരണം ഈ പോകുന്ന വഴിക്കുണ്ട്, അവൻ ദൈവപുത്രനാണ്, ദൈവമാണ്. വഴിക്കുണ്ടാകാനുള്ള ഈ പ്രശ്നത്തെ കർത്താവിന് അറിയാമായിരുന്നു. എങ്കിലും അമരത്ത് തലയണ വെച്ച് കിടന്ന് ഉറങ്ങുകയായിരുന്നു. എങ്ങനെ ഇത്രയും വലിയ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവായ യേശുവിന് അവിടെ കിടന്നുറങ്ങാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? കാരണം ഒന്ന്, മനുഷ്യശരീരത്തിലാണ് ദൈവമായിരിക്കെ, അതുകൊണ്ട് ടയർഡായി പോയത് കൊണ്ട് ഉറങ്ങി. 2-ാമത്തെ കാര്യം, ദൈവം പിതാവായ ദൈവം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് മനുഷ്യവർഗത്തിന് വേണ്ടിയ കാൽവറി ക്രൂശിൽ തൂങ്ങി മരിക്കാനാ. ആ ഒരു എഗ്രിമെന്റിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന് മുമ്പ് എന്തെല്ലാം കാറ്റും കോളും കടലിൽ ശോഭിച്ചാലും, ഹല്ലേലൂയ, പിശാചി വന്ന് പരീക്ഷിച്ചാലും, തള്ളിയിടാൻ വന്നാലും ഒന്നും മരിച്ചു പോകുകയില്ല എന്നും, ഏൽപ്പിച്ചിരിക്കുന്ന ജോലി തീർത്തിട്ട് ഈ ലോകത്തിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശു സ്വർഗത്തിലേക്ക് പോകത്തുള്ളൂ എന്ന് കർത്താവിന് തീർച്ചയായിട്ടും അറിയാമായിരുന്നുകൊണ്ടാണ് ആ സമാധാനമായി കിടന്നുറങ്ങിയിരുന്നത്. അതിനാൽ നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ അവൻ പുരുഷാരത്തെ വിട്ട് താൻ പടയിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി. വലിയ ചുഴലിക്കാറ്റുണ്ടാകുമ്പോൾ ഈ നാച്ചുറലി ശിഷ്യന്മാർക്ക് ഇത് കണ്ട് ഭയപ്പെട്ടു പോയി. എന്നാൽ അത് ഭയപ്പെടാൻ അവൻ അവരത്ത് തലയണ വെച്ചു തുടങ്ങി. അവരോർത്ത് കാണും, ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് നമ്മൾ നശിച്ചു പോകുന്നത് കണ്ടിട്ടും ഇദ്ദേഹം ഇങ്ങനെ ഇവിടെ കണ്ട് ഇങ്ങനെ ഉറങ്ങുന്ന ഒരു വിചാരമില്ലയോ? അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്ന്. പക്ഷെ അവർ വിളിച്ചൊരു വാക്കുണ്ട്, ഗുരു. ഈ കൂടെ നടന്ന കർത്താവായ യേശുവിന് അതിൽ കൂടുതലായി അവരൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ഇവരെ ഉപദേശിക്കുന്ന ഒരു വ്യക്തിയായി, ഒരു ഗുരുവായി, അല്ലെങ്കിൽ ഇവരുടെ ഒരു ടീച്ചറായിട്ട് മാത്രമേ ഇവർക്ക് അതുവരെയും മനസ്സിലാക്കിയുള്ളൂ. കാരണം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടെങ്കിലും 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച് കണ്ടു, 7 അപ്പം കൊണ്ട് 4000 പോഷിപ്പിച്ച് കണ്ടു. ഇതൊക്കെ കണ്ടെങ്കിലും ഇവരുടെ ഉൾക്കണ്ണ് തുറന്നിട്ടില്ല. അവർ ഈ വചനം ഇവരുടെ ഉള്ളിലേക്ക് ആയിട്ടില്ല. ഇതൊക്കെ ഇവർക്ക് ഒരു വലിയ മായാജാലം പോലെ കർത്താവ് യേശുവിനോട് കൂടെ നടന്ന് ഇവർ കാണുന്നെന്നുള്ളതല്ലാതെ സത്യമായിട്ടുള്ള സത്യ ദൈവപുത്രനാണ് ഇവരിൽ നിന്ന്. പത്രോസ് തന്നെ പറഞ്ഞ ദൈവത്തിന്റെ പുത്രനായ യേശുവാണ്. എന്നിട്ട് തന്നെ അടുത്ത നിമിഷം തന്നെ കർത്താവ് അവന് ശാസിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സാത്താനെ ഗെറ്റ് ബിഹൈൻഡ് മീ സേറ്റൻ, നീ എന്റെ പുറകിലേക്ക് പോകാൻ പറയുന്നു. അങ്ങനെ സർവത്തെയും അറിഞ്ഞിരുന്ന കർത്താവായ യേശു ഈ കടലിൽ പോകുന്ന വഴിക്ക്, ഹല്ലേലൂയ, എന്താ സംഭവിക്കാനുള്ളതെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു പാനിക്കായി പോയനെ. അക്കരെ പോകുന്ന എന്തിനാണെന്ന് കർത്താവായ യേശുവിന് മാത്രമേ അറിയത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പടക് നശിച്ചു പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് രോഗം തളർന്നു പോകുന്നു, നമ്മൾ ദുഃഖത്തിലായി തീരുന്നെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിച്ചതിന് അപ്പുറം ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കാൻ പോവുകയാണ്, ഒരു വലിയ വിടുതൽ നമ്മൾ കാണാൻ പോവുകയാണ്, വലിയൊരു അതിശയം നടക്കാൻ പോവുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ആ ദൈവത്തിന്റെ മഹത്വം നമ്മൾ കാണാൻ പോവുകയാണ്. അതിനാണ് നമ്മൾ പലപ്പോഴും ഈ പ്രയാസങ്ങൾ കൂടി പോകുന്നതെന്ന് മറന്നു
തകർന്നു പോകരുത്. ഈ പ്രയാസങ്ങളുടെ നടുവിലും നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമെങ്കിൽ, കർത്താവെ, ഞാൻ പലപ്പോഴും ദൈവത്തോട് പറയാറുണ്ട്, ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. ഹല്ലേലൂയ. ഞാൻ ഇതിൽ കൂടെ ഒക്കെ പോയില്ലായിരുന്നെങ്കിൽ ഒരാളുടെ വിഷമം എൻ്റെ അടുക്ക് വരുമ്പോൾ ഒരു പക്ഷേ എനിക്ക് മനസ്സിലാകത്തില്ലായിരുന്നു. ക്യാൻസർ രോഗികൾ കൊണ്ട് കരയുമ്പോൾ എനിക്ക് മനസ്സിലാകത്തില്ലായിരുന്നു. വേദനയെ പറ്റി പറയുമ്പോൾ എനിക്ക് മനസ്സിലാകത്തില്ലായിരുന്നു. എന്നാൽ ഇതൊക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ അനുഭവിച്ചതുകൊണ്ട് എന്തെങ്കിലും എല്ലാവരും അനുഭവിച്ചാൽ മാത്രമല്ല കൃപ ലഭിക്കുന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ ദുരുപദേശങ്ങളൊന്നും അല്ല പറയുന്നത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ട കാര്യം, കേട്ട കാര്യം, അനുഭവിച്ച കാര്യം. യോഹന്നാൻ പറഞ്ഞതുപോലെ നമ്മൾ കണ്ടതും കൈ തൊട്ടതും രുചിച്ചതും അറിഞ്ഞതും ഒക്കെയാ കാര്യങ്ങൾ. നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി, നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ദൈവമക്കളെ, നമ്മൾ പതറിപ്പോകരുത്. കാറ്റും കോളും വരുന്നു നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം തകർന്നു പോകുന്നു. നമ്മുടെ നമുക്ക് രോഗം വരുന്നു. നമ്മൾ ബന്ധുക്കൾ ട്രബിളിലാകുന്നു എന്ന് കാണുമ്പോൾ ആരെക്കുറിച്ച് ഒരു കംപ്ലൈന്റ് നമ്മൾ പറയണ്ട. നമ്മൾ ഒരു കാര്യം അറിഞ്ഞാൽ ഫോൺ എടുത്തിട്ട് ഇനി ആളുടെ വീട്ടിൽ ഇച്ചിരി പ്രശ്നമുണ്ട് കേട്ടോ, കുഞ്ഞുങ്ങൾ ഇച്ചിരി തല്ലിപ്പിരിഞ്ഞ് പോകുന്ന ലക്ഷണം, അത് പറയാനല്ല, ഉടനെ തന്നെ ഫോൺ എടുത്തിട്ട് പറയല്ല. അതുപോലെ പ്രാർത്ഥിക്കുമെന്ന് നമുക്ക് വിശ്വാസമുള്ളവരോട് പറയണം. ദൈവമക്കളെ, എനിക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. രണ്ട് കുഞ്ഞുങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ട്, ഹസ്ബൻഡും വൈഫും കൂടി. ദൈവത്തിന് അവരുടെ ഒക്കെ പേരറിയാമല്ലോ. എൻ്റെ കൂടെ ഇരുന്ന് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിക്കണം. അല്ലാതെ നമ്മൾ ഒരിക്കലും ഫോൺ എടുത്ത് വേറൊരാളുടെ കുറ്റം പറയരുത്. ദൈവദാസന്മാരുടെ കുറ്റം ഒരിക്കലും ഒരുത്തോട് പറയരുത്. അവർ ദൈവദാസന്മാരാണ്, അവർ വിളിക്കപ്പെട്ട ജനമാണ്, അവർ നമുക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി നമ്മൾ നിലവിളിക്കണം. ഓക്കെ, ഹല്ലേലൂയ. പിന്നെ രണ്ടാമത്തെ, ഒരു സ്നേഹത്തിൽ നമ്മൾ ജീവിക്കണം. ദൈവ സ്നേഹമാണെങ്കിൽ, ആ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ്, നമ്മൾ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. ഒരു വാക്കുകൊണ്ട് പോലും ഒരു ദൂഷിപ്പൊരുത്തിനെ കുറിച്ച് പറയരുത്. ഒരു ജനത്തെ കുറിച്ചും. അമ്മായിമ്മമാർ മരുമക്കളെ സ്നേഹിക്കണം, മരുമക്കൾ അമ്മായിമ്മമാരെ വിധേയപ്പെടണം, അപ്പന്മാര് മക്കളെ ശാസിക്കാതെ അവരെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കണം. ഹല്ലേലൂയ. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ശാസിച്ചും ദുർവർത്തമാനം പറഞ്ഞു, നീ ഗുണമില്ലടാ, നീ ശരിയാകത്തില്ലടാ, നീ ശരിയാകാൻ പോകുന്ന അങ്ങനെയുള്ള വാക്കുകളൊന്നും നമ്മുടെ വായിന്ന് വീഴാൻ പാടില്ല. എപ്പോഴും നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം. നമ്മളെ ലോകത്തിന് വെളിച്ചമാക്കി വിട്ടിരിക്കുകയാണ്. കർത്താവായി യേശു തുടങ്ങി വെച്ച ഈ വെളിച്ചം ലോകം മുഴുവൻ പകരാൻ വേണ്ടി, ലോകത്തിലേക്ക് മുഴുവൻ വെളിച്ചമായി തീരാൻ നമ്മളെ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ ദൈവസന്നിധിയിൽ നീതികേടായി തീരരുത്, ദൈവത്തിന് കോപം ഉണ്ടാകുന്ന ആകരുത്. നമ്മളെ ഉപദ്രവിക്കുന്നവരെ, നമ്മളെ ഉപദ്രവിച്ചിട്ടുള്ളവരെ, നമ്മളോട് എതിര് പറയുന്നവരെ, നമ്മളെ ദൂഷിക്കുന്നവരെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമ്മൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞു, ഞാൻ മുമ്പേ പറഞ്ഞു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നൊക്കെയും ചോദിച്ചാൽ തരും. പിതാവ് പുത്രനെ മഹത്വപ്പെടണം, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും തരും. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പീൻ. ഓക്കെ, നമ്മൾ പ്രാർത്ഥിക്കും, നമുക്ക് മറുപടി കിട്ടുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം, നമുക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ വന്ന് അവർ നമ്മളെ ഉപദ്രവിച്ച് ആയിക്കോട്ടെ, ഒരുപക്ഷെ നമ്മൾ തെറ്റുകാരായിരിക്കില്ല, നമ്മളുടെ കയ്യിൽ യാതൊരു തെറ്റും കാണത്തില്ല. അങ്ങനെ ഇരിക്കട്ടെന്ന് ദൈവസന്നിധി വന്നിട്ട് പറയണം, അപ്പാ അവരോട് ക്ഷമിക്കണമേ, ഞാൻ മുഖാന്തരം അവർക്ക് ഇടർച്ച ഉണ്ടായെങ്കിൽ, അവർക്ക് വേദന ഉണ്ടായെങ്കിൽ എന്നോട് ക്ഷമിക്കണം അപ്പാ, അതിനാൽ അവരെ ഒന്ന് വിടുവിക്കണമേ. ആർക്കെങ്കിലും രോഗം വരുന്ന ഉടനെ നമ്മൾ നന്നായി നന്നായി എന്ന് പറഞ്ഞ് കൈകൊട്ടുകയല്ല ചെയ്യണ്ടേ. ഒരുപക്ഷെ നമ്മുടെ ശത്രു ഒരു രോഗമായി കിടക്കുന്ന ഉടനെ പറ്റുമെന്ന് വരി വിളിച്ച് ചോദിക്കണം, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. പ്രാർത്ഥിക്കാൻ വരണ്ടെന്ന് പറഞ്ഞാൽ അതിനും ഭാരപ്പെടില്ല. കർത്താവിന് അഡ്രസ് തകരം കർത്താവിന് അറിയാം. യോഹന്നാന്റെ മകനായ ശിമോനെ, ഹല്ലേലൂയ. കർത്താവ് എപ്പോഴും അപ്പന്റെ പേരോട് വിളിച്ചാ പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ വല്യപ്പന്റെ പേരോട്, അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം. അപ്പം പരമ്പര പറഞ്ഞ ദൈവം പറയുന്നത്. നമ്മുടെ എണ്ണടുത്ത് താമസിക്കുന്ന തോൽക്കൊല്ലനായ ശിമോന്റെ വീട്ടിൽ താമസിക്കുന്ന, അല്ലെങ്കിൽ അനന്യാസിന്റെ അടുക്കിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അറിയാം, പേര് ചൊല്ലി അറിയാവുന്ന ദൈവമാണ്. അപ്പൊ ആരുടെ ഒരു വിഷയം കണ്ടാൽ ഉടനെ നമ്മൾ മുട്ടുമടങ്ങി, അപ്പാ ഇന്ന പ്രയാസത്തിൽ കൂടി പോകുന്ന ഈ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവിന് തിരീതമുണ്ടായി, അവരുടെ മേൽ ദൈവമേ അവിടുത്തെ കരമൊന്ന് വെക്കണമേ, അടിനെ അവിടേക്കൊന്ന് അയക്കണമേ അപ്പാ. ഇവിടെ ആർക്കെങ്കിലും, ഞാൻ അറിയുന്നവർ ആർക്കെങ്കിലും കുടുംബത്തിൽ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞ ഉടനെ പറ്റുമെന്ന് വരെ ഞാൻ അവരെ വിളിച്ച് ചോദിക്കും, മക്കളെ എന്താ നിങ്ങളുടെ പ്രശ്നം? ആന്റി ഒന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വിരോധമുണ്ടോ?
ഞാൻ ആരോടും പറയത്തില്ല. എൻ്റെ അടുത്ത് പറയാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അല്ല, നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളതാണ് പറയേണ്ടത്, ഞാൻ പ്രാർത്ഥിച്ചോളാം. ഇവിടെ ഡിവോഴ്സ് ആയിപ്പോയി 3 വർഷം കഴിഞ്ഞ ഒരു വ്യക്തികൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ കർത്താവിനോട് പറഞ്ഞു, അപ്പോൾ അവരെ എൻ്റെ അടുക്കളേക്ക് എന്നെ ഒന്ന് അയക്കണമേ. അങ്ങനെ ഇരിക്കുമ്പോൾ ആ വ്യക്തിയെ ഞാൻ കാണാനിടയായി തീർന്നു. അദ്ദേഹത്തെ കടയിൽ വിളിച്ചുകൊണ്ടിരുന്ന ഞാൻ പറഞ്ഞു എന്തൊക്കെ കംപ്ലൈൻ്റ് ഉണ്ട് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിൽ കൂടുതൽ നന്മ ചെയ്തിട്ടില്ലയോ ആ ഭാര്യ? നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെ, പക്ഷെ ശരിക്കും ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ചെയ്ത തിന്മയേക്കായി കൂടുതൽ നന്മയായിരിക്കുമല്ലോ. അതൊന്ന് മനസ്സിലാക്കിക്കൂടെ, അതൊന്ന് ഗണ്യമാക്കിക്കൂടെ, ഇന്ന് ക്ഷമിച്ചുകൂടെയും ചോദിച്ചു. ആന്റിക്ക് വേറെ പണിയൊന്നും ഇല്ലേന്ന് ചോദിച്ചു. അമ്മ എന്നാ ചെയ്യാൻ, ദൈവം തന്ന പണി ഇതായിപ്പോയി, അതെനിക്ക് ചെയ്തേ ഒക്കത്തുള്ളൂ. ഞാൻ അദ്ദേഹത്തോട് കൂടെ ഇരുന്ന് പല പ്രാവശ്യം പറഞ്ഞ് മനസ്സിലാക്കി. അവസാനം ചോദിച്ചു, ഞാൻ വാളെ വിളിച്ചവൾ വന്നില്ല എല്ലാവർക്കും. അപ്പം എനിക്ക് ഇദ്ദേഹത്തിന് മനസ്സിച്ചിരി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഭാര്യയുടെ അടുക്കലും ഞാൻ പോയി. അവര് ഭർത്താവ് ദുഷിച്ചതിനേക്കാൾ കൂടുതൽ എന്നെ ദുഷിച്ചു. ആൻറ്റി ഇത്ര മിടിക്കുകയാണെങ്കിൽ അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മോളെ ഞാൻ മിടിക്കുകയായിരുന്നു, എൻ്റെ കുഞ്ഞിൻ്റെ അടുക്ക് വരത്തില്ല, ഞാൻ മണ്ടി ആയതുകൊണ്ട് വരിക, അതുകൊണ്ട് മക്കൾ ഇതൊന്ന് കേൾക്കാൻ പറഞ്ഞ് അവരോട് പറഞ്ഞ് ലാസ്റ്റിൽ എന്നോട് ചോദിച്ചു, ഞാൻ കയറി ചെന്ന് അദ്ദേഹം എന്നെ സ്വീകരിച്ചില്ലേ എല്ലാവർക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ മതി, നേരെ അങ്ങോട്ട് ചെന്നാൽ വാതിക്ക മുട്ടുക, കഥ തുറക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തതെല്ലാം തെറ്റായിപ്പോയി ഇതുവരെ, അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ അങ്ങ് താമസിക്കുക, കയറി അങ്ങ് അകത്തോട്ട് കയറുക, ഇറക്കി ഇടത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിച്ചു. അവർ വീണ്ടും ഒന്നിച്ചായി തീർന്നു. അങ്ങനെ പല കുടുംബങ്ങളുണ്ടായി. ദൈവമക്കളെ, കുടുംബ പ്രശ്നങ്ങളുണ്ടെന്ന് അറിഞ്ഞാലുടനെ നമ്മൾ അവർക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. കുടുംബത്തെ തകർത്ത് കളയുന്ന ദുഷ്ടന്റെ പരിപാടിയാണ് ഇത്. കണ്ടോ, കാറ്റും കടലും വന്ന് എന്തിനാണെന്നറിയാവോ? അടുത്തത് പോകാൻ പോകുന്നതിന് അക്കരെ ഗദരദേശത്ത് അപ്പൊ ഒരു അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യനെ വിടുവിക്കാൻ പോവുകയാണ്. പിശാചിനറിയില്ല നടക്കാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് അവൻ പൊട്ടനല്ലേ, കള്ളനല്ലയോ, സത്യം അവനിലില്ലല്ലോ. നമ്മുടെ കർത്താവായ യേശുവിനെ അവനെ ഒന്നിട്ട് ത്യാഗം പോകുന്നുണ്ടോ? അവന് മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ പോയി. അതുകൊണ്ട് കാറ്റും കോളും ഒക്കെ അയച്ചു. ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു പോകാം. ദൈവമക്കളെ, നാം കർത്താവ് ചെന്നു ഭൂതക്രസിനെ വിടുവിക്കല്ലേ ആയിത്തീർന്നു. പക്ഷെ ഭൂതക്രസിന് ഇത്രയും വർഷം കൊണ്ട് അവിടെ നിന്ന് കഷ്ടപ്പെട്ടവനെ വിടുവിച്ചതിൽ അവർ സന്തോഷിക്കില്ലായിരുന്നു. ആ ജനം എന്തു പറ്റി, ഇവിടം വിട്ടുപോകാൻ പറയുമായിരുന്നു. കാരണം അവരുടെ പന്നി നഷ്ടപ്പെട്ടു പോയത് അവർക്ക് ഭാരമായി പോയത്. ഒരു മനുഷ്യനും കഷ്ടപ്പെട്ട ഒന്നും അവർക്ക് ഭാരമല്ല. ദൈവമക്കളെ, നമ്മൾ വേറൊരാളുടെ പ്രയാസം കാണുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ദുഃഖിക്കണം. കരയുന്നവരോടുകൂടി കരയണം, സന്തോഷിക്കുന്നവരോടുകൂടി സന്തോഷിക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ജനത്തിന് വേണ്ടി ഇടിവ് നിന്ന് പ്രാർത്ഥിക്കണം. രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഹെൽത്ത് കെയർ വർക്കേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ ഈ പാൻഡമിക് എടുത്തു മാറ്റുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഞാൻ പലപ്പോഴും ചിന്തിക്കാൻ ഒരു കാര്യം ഞാൻ പറയാം. പത്രോസിനോട് പറയുകയാണ്, നീ പോയി മീൻ പിടിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന മീനിന്റെ വായിലിരിക്കുന്ന കോയിൻ എടുത്തുകൊണ്ട് എനിക്ക് നിനക്ക് വേണ്ടി ടാക്സ് കൊടുത്തു. എന്നെ സൃഷ്ടിച്ചവൻ അവിടെ നിന്ന് പത്രോസിനോട് പറഞ്ഞപ്പോ തന്നെ ഇത് കേട്ടൊരു മീന് ഒരു കോയിനും വായിച്ചുകൊണ്ട് വെറുതെ പോവുക. അപ്പോൾ അവിടെ കൂടെ നിന്ന് മീൻകാരൊക്കെ ചോദിച്ചു നീ എങ്ങോട്ടാ പോണേ? എനിക്കൊരു വിളി വന്നിട്ടുണ്ട്, എനിക്കൊരു വേല കർത്താവ് തന്നിട്ടുണ്ട്, അത് ചെയ്യാൻ ഞാൻ പോവുകയാണ്. ഏലിയാവ് പോയിരുന്നപ്പോൾ ഏലിയാവിന് അപ്പവും ഇറച്ചിയും കൊടുക്കാൻ ഒരു കാക്കയെ നിയോഗിച്ച്. എങ്ങനെയാ നിയോഗിച്ച്? ഏതായാലും കാക്കയുടെ വയലിൽ അപ്പവും ഒരു ഇറച്ചി കഷ്ണവും കൂടെ പറ്റത്തില്ല. ആർക്കോ കൊടുക്കാൻ വേണ്ടി പാക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന സമയത്ത് കാക്ക എന്ന കള്ളനാണ്, അവൻ ചെന്ന് അപ്പം എടുത്ത് കഴിക്കത്തേ ഉള്ളൂ. കർത്താവ് അവനോട് പറഞ്ഞു, നീ ഈ പാക്കറ്റ് കൊണ്ടുപോയി എന്റെ സാഹസരം അവിടെ നിന്ന് വരെയും പ്രാർത്ഥിക്കുന്നവന്റെ അടുത്ത് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. കാക്ക ചെന്നു ആ പാക്കറ്റോട് ചെന്ന് അപ്പം ഇറച്ചിയും കൂടെ കൊണ്ടേ അങ്ങ് കൊടുത്തു. പുഴുവിനോട് പറഞ്ഞു, നീ പോയി ആവണക്കങ്ങ് തന്നു നിർത്തേക്കാൻ. ഹല്ലേലൂയ, സ്തോത്രം. കഴുതിയോട് പറഞ്ഞു, ഹല്ലേലൂയ, രാജാവിനെ വഹിച്ചുകൊണ്ട് പോകാൻ കഴുതിയോട് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നമ്മളോട് പറയുന്നവൻ ആരാണ് നമ്മൾ ചിന്തിച്ചാൽ നമ്മളൊരു കഴുതിയായി തീരണം, നമ്മളൊരു കാക്കയായി തീരണം, നമ്മളൊരു മീനായി തീരണം. കർത്താവ് എന്നെ വിളിച്ചു, എൻ്റെ വേല എന്നെ ഏർപ്പെടുത്തി എന്ന് പറഞ്ഞ സന്തോഷത്തോടെ അവന് വേണ്ടി യാത്ര ചെയ്യുന്നവരായിരിക്കണം, അവന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണം. ജീവിതത്തിൽ കാറ്റും കോളും കടലും വന്നു വരുമ്പോൾ അതിനെ ശാസിക്കുന്നവൻ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ അവന്റെ ജനമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് കാറ്റേ അടങ്ങുക, കടലെ ശാന്തമാകുക എന്ന് പറയാനുള്ള അധികാരം നമുക്ക് തന്നിട്ടുണ്ട് എന്ന് മറന്നു പോകരുത്. ആയതുകൊണ്ട് നമ്മുടെ ദൈവസന്നിധിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ കിട്ടി
എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ സത്യമായിട്ടും മറുപടി തരിക തന്നെ ചെയ്യും. യോഹന്നാൻ മാറത്ത് ചാരിയിരുന്നുകൊണ്ട് ആരാകുന്നു നിന്നെ കാണിച്ചു കൊടുക്കുന്നതെന്ന് ചോദിച്ച യോഹന്നാൻ കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പത്മോസ് ദ്വീപിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ആ കർത്തൃദിവസ ആത്മവിവശതയിലായി തീർന്നപ്പോൾ ആത്മാവെടുത്തുകൊണ്ട് ദർശനത്തിൽ കാണിച്ചു കൊടുത്ത ഒരു കാഴ്ചയുണ്ട്. 7 പൊൻനിലവുകളുടെ നടുവിൽ 7 നക്ഷത്രം കൈ പിടിച്ചുകൊണ്ട് ജ്വാലക്കത്ത് കണ്ണുള്ളവൻ, ആരെങ്കിലും ഇരുമ്പോട്ടിന് സാധ്യമായ കാലുകളുള്ളവൻ, ആരെങ്കിലും ഗംഭീര സ്വരം, ഈ പെരുവെള്ളത്തിന്റെ എരിച്ചിൽ പോലെ ശബ്ദമുള്ളവൻ, ആ വചനം വായിന്ന് പുറപ്പെടുന്നവൻ നടന്നു വരുന്നത് കണ്ടപ്പോൾ മരിച്ചവനെ പോലെ ആയിപ്പോയി. യഥാർത്ഥമായ ദൈവത്തിന്റെ പൂർണ്ണരൂപം ഞാൻ കണ്ടില്ല, ഒരു ഗ്ലിംസ് മാത്രമേ കണ്ടുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മൾ കർത്താവായ യേശുവിനെ യഥാർത്ഥമായി കാണുമ്പോൾ നമ്മൾ എത്ര ഭയപ്പെടണം, നമ്മൾ എത്ര ബഹുമാനിക്കും, എത്രമാത്രം ദൈവത്തിന്റെ വിശുദ്ധിയോടെ നമ്മൾ ജീവിക്കണം. നമ്മൾ ദൈവമക്കളാണെങ്കിൽ നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കുന്നവരായിരിക്കണം. ദൈവമക്കളെ നമുക്ക് ദാനമായി കിട്ടിയ കൃപ, ഈ വിടുതൽ, ഈ രക്ഷ നമുക്ക് ദാനമായി തന്നതാണ്. എന്നാൽ നമ്മുടെ കർത്താവ് ഇനി വലിയ വില കൊടുത്തു മറന്നു പോകരുതേ. മറ്റുള്ളവരോട് സുവിശേഷം പറയാൻ നമ്മളെ അയച്ചിരിക്കുകയാണ്. നമ്മൾ ആരെയും പഠിക്കാൻ സുവിശേഷം പറയുന്നവരായിരിക്കണം. രോഗികളുടെ മേൽ കൈവച്ച സൗഖ്യം വരുമെന്ന് കർത്താവായി യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിച്ചുകൊണ്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സത്യമായിട്ട് അവരെ വിടുവിക്കും. ഭൂതം പിടിച്ചവരുടെ അടുത്ത് ചെന്ന് വിട്ടുപോകാൻ പറയാൻ അധികാരം തന്നവനുമുണ്ട്. ആ ദൈവത്തിന്റെ നാമത്തിൽ നമ്മൾ ഭൂതത്തോട് വിട്ടുപോകാൻ പറഞ്ഞാൽ ഭൂതങ്ങൾ വിട്ടുപോവുക തന്നെ ചെയ്യും. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളും അങ്ങനെ വിശ്വസിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. എന്ന് എന്നെ കേട്ട സാക്ഷ്യം കേട്ട ദൈവമക്കളോട് ആ കർത്താവായ യേശുവിന്റെ നാമത്തിന് അപേക്ഷിക്കുന്നു. എന്റെ സാക്ഷ്യം കേട്ടവർക്കൊക്കെയും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഹല്ലേലൂയ, നിങ്ങളെയും ദൈവം കൃപകളും കൃപാവരങ്ങളാലും നിറയ്ക്കട്ടെ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഉത്സാഹമുള്ളവരായി തീരട്ടെ. ഹല്ലേലൂയ, നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഒരു കഴുതിയൊക്കെ ആയി തീരണം. കർത്താവിനെ വഹിക്കുന്ന കഴുതിയായി തീർന്നാൽ അവൻ നമ്മളെ ഉപയോഗിക്കുക തന്നെ ചെയ്യും. അതിന് മാറ്റമില്ല. രാജാവിനെ ചുമക്കുന്നവരായി തീരണം. മറ്റുള്ളവരുടെ നമ്മുടെ വെളിച്ചം കണ്ട് രക്ഷയിലേക്ക് കടന്നു വരണം. നമ്മുടെ സൗമ്യത കണ്ട്, നമ്മുടെ സ്നേഹം കണ്ട്, നമ്മുടെ വിധേയത്വം കണ്ട് നമ്മളെ കർത്താവായ യേശുവിനെ പോലെ ആയിത്തീരണം. ഹല്ലേലൂയ, പിതാവിന്റെ ഇഷ്ടം ചെയ്ത യേശു ക്രിസ്തു, അവനെ അനുസരിച്ച് യേശു ക്രിസ്തു ക്രൂശിനോളം പിതാവിനെ അനുസരിച്ച് യേശു ക്രിസ്തുവിനെ പോലെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ, ദൈവത്തെ അനുസരിക്കുന്നവരുമായി തീരണം. ദൈവവചനത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കണം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് ഈ സമയം തന്ന ദൈവദാസനും ഈ ലൈനിൽ എന്നെ കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വചനത്തിൽ നിന്നും മാറുന്നു. ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ പ്ലീസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സർവശക്തനെ സ്വർഗീയ പിതാവേ, ഈ സന്ധ്യാസമയത്ത് കർത്താവേ, അവിടുത്തെ പ്രിയദാസനും ദൈവത്തിന്റെ പ്രിയമക്കളുമായിരുന്നേ അല്പസമയം ദൈവത്തിന്റെ സമയം ചെലവഴിക്കാൻ കർത്താവെ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവെ ഹല്ലേലൂയ, കർത്താവെ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ, ദൈവത്തെ ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് വിവരിക്കുവാൻ അടിയന് തന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ ഇത് കേൾക്കുന്ന ജനത്തിന്റെ ദൈവശക്തി വ്യാപരിക്കട്ടെ, വിടുതൽ വ്യാപരിക്കട്ടെ. ഇത് കേൾക്കുന്നവർ രോഗികളുണ്ടെങ്കിൽ അവർക്ക് സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബ പ്രശ്നങ്ങളാ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ഭൂതഗ്രസ്തരുണ്ടെങ്കിൽ അവരെ ഭൂതം വിട്ടുപോകട്ടെ. കർത്താവേ ഹല്ലേലൂയ, സ്തോത്രം. രോഗികളായി കിടക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് സൗഖ്യമാകട്ടെ. അപ്പാ കർത്താവേ, ജോലിക്ക് വേണ്ടി തിരക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ജോലി ലഭിക്കട്ടെ. കർത്താവേ, രോഗത്താൽ കൊറോണ വൈറസ് പിടിച്ചവരോ അവരുടെ കുടുംബക്കാരും ചാർച്ചക്കാരും ഉണ്ടെങ്കിൽ ആ രോഗബന്ധനങ്ങളോട് അഴിഞ്ഞു മാറുവാൻ, വിട്ടുപോകാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനം ഉള്ളിലായി അത് വെളിച്ചമായി തീരട്ടെ, അത് അനേകർക്ക് വെളിച്ചമായി തീരട്ടെ. ഓ രാപരപത്തരമനാദോരിക ഇവന്റെ മനോഹവാ ദൂരകത്തന അന്ധഹരാജി ബാരോരി ബല അജകമാ ദൂരം മദകത്തന മനാദോ ഈ ബല്ലഹര ദൂരാധിപനം എന്തമനാധിപന ചൂരവന്ദനം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അറിയാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഭൂതങ്ങൾ വിട്ടുപോകും ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റമില്ല. രോഗികൾ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ വചനമെങ്കിൽ അതിന് മാറ്റമില്ല. മരിച്ചവരെന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുമെന്ന് ദൈവത്തിന്റെ വചനമെങ്കിൽ അതിന് മാറ്റമില്ല. ഓ ഈ
ഓപന്നമാനോദികാപരത്തൂര അപര സജ്ജനം മറ്റപരാധം ദൈവശക്തി ആ ദൈവവചനത്തിന്റെ ശക്തി, യേശുവിന്റെ നാമത്തിന്റെ ശക്തി, യേശുവിന്റെ വചനത്തിന്റെ ശക്തി, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളെ ഹല്ലേലൂയ. ദൈവദാസനെ ധാരാളമായി അനുഗ്രഹിക്കണമേ. ഇങ്ങനെ കൊടുത്തല്ലോ അനേകർക്ക് വേണ്ടി നിൽക്കുവാൻ, അനേകരെ നിയോഗിക്കുവാൻ കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം കർത്താവേ. അനേകർ കൃപ ലഭിച്ചിട്ട് ഹല്ലേലൂയ വിളക്ക് കത്തിച്ച് പറയെങ്കിലെ വെച്ച് ഇറങ്ങുന്നവരാണല്ലോ കർത്താവേ. എന്നാൽ അദ്ദേഹത്തെ ഒരു മലമേൽ ശോഭിക്കുന്ന പട്ടണം പോലെ ആക്കിയിരിക്കാൻ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം. ദൈവജനം ഹല്ലേലൂയ കൂടി വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നല്ലോ കർത്താവേ. മറ്റുള്ളവർക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, അനേകർ മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണമേ കർത്താവേ. മിഷണറിമാരെ അനുഗ്രഹിക്കണമേ കർത്താവേ. ദൈവദാസന്മാർക്ക് ജ്ഞാനവും കൊടുക്കണമേ അപ്പാ. ഹല്ലേലൂയ. അവരുടെ കുടുംബങ്ങളെ പരിപാലിക്കണമേ. ഞങ്ങളുടെ യൗവനക്കാർ നഷ്ടപ്പെട്ടു പോകരുതേ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരു വിവാഹം നടക്കാനുള്ള വിവാഹം ചെയ്യുവാനുള്ള ആഗ്രഹം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വഴി ദൈവസന്നിധി വിട്ടു പോകുന്ന കുഞ്ഞുങ്ങളെ മടക്കി വരുത്തണമേ അപ്പാ. വിശ്വാസികൾ ബാക്ക് സ്ലൈഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവരെ മടക്കി വരുത്തണേ കർത്താവേ. ദൈവത്തിൽ അവരെ പുതിയണമേ അപ്പാ. ഹല്ലേലൂയ. കർത്താവിന്റെ വരവേറ്റുപടിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു ദൈവമേ. അതിനായി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെ സുവിശേഷം പറയുന്നവരാക്കണമേ കർത്താവേ. ഞങ്ങൾ കർത്താവിന്റെ ദൈവവചനമാകുന്ന വിത്ത് വിതയ്ക്കുമ്പോൾ അത് 30, 60, 100 വിലവാന്ത കോണം ദൈവകൃപ വ്യാപരിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് തന്നെ നനയ്ക്കണമേ അപ്പാ. ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവപുത്രന്റെ അങ്ങ് സ്വർഗം വെടിഞ്ഞറിഞ്ഞു വന്ന രാജാവെന്ന്, ഞങ്ങളുടെ പാപങ്ങളെ വഹിച്ചവരുന്ന്, ഞങ്ങളുടെ പാപങ്ങളെ നീക്കിക്കളഞ്ഞു വന്ന്, ഞങ്ങൾക്ക് രോഗസൗഖ്യം തന്നവരുന്ന്, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് പകരക്കാരനായി ഞങ്ങളുടെ അടിയേറ്റു, ഞങ്ങൾക്ക് വേണ്ടി പാപയാഗമായി തന്നു, ഞങ്ങളുടെ മരണത്തെ അവിടെ ഏറ്റെടുത്തു, ഞങ്ങൾക്ക് വേണ്ടി മരിച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടി പകരക്കാരനായിരുന്നുവെന്നെ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ഞങ്ങളുടെ ആ ശമ്പളം അങ്ങേറ്റു വാങ്ങി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗസിംഹാസനത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രചോദനം ചെയ്യുന്നവനെ, വരുമെന്ന് പറഞ്ഞവനെ അവരിനാ ഞങ്ങൾ കാത്തിരിക്കുന്ന കർത്താവേ. അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ വിശ്വാസികളല്ലാത്തവർ, രക്ഷയിലേക്ക് കടന്നു വരാത്തവരുണ്ടെങ്കിൽ അപ്പാ അവിടെ ഉൾക്കണ്ണെന്ന് തുറക്കണമേ കർത്താവ്. ഇത് കേൾക്കുന്നവർക്ക് മാനസാന്തരം കൊടുക്കണമേ. ഇവർ കേൾക്കുന്നവർക്ക് മാനസാന്തരം കൊടുക്കണമേ. നമ്മുടെ റിച്വൽസ് ഒന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുകയില്ല. സ്വർഗരാജ്യത്തിൽ പോകാൻ അതുകൊണ്ട് പറ്റുകയില്ല. നമ്മുടെ പുണ്യപ്രവൃത്തികളൊക്കെ അവരുടെ തുണി പോലെയാണ്. ഹല്ലേലൂയ. അതൊക്കെ ഈ ലോകത്തിൽ വെച്ച് തീർന്നു പോകുന്ന കാര്യങ്ങളാണ്. എന്നാൽ ദൈവത്തെ യഥാർത്ഥമായി വിശ്വസിക്കുകയും അവന്റെ വചനത്തിൽ വിശ്വസിക്കുകയും അവന്റെ കൽപ്പന അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പോകാനൊക്കെ ഉള്ളൂ. ആകയാൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷയിലേക്ക് കടന്നു വന്നിട്ടില്ലേ? ഇന്ന് രാത്രി എന്റെ കർത്താവേ അവരുടെ ഉള്ളത്തോട് സംസാരിക്കണമേ, അവരോട് സംസാരിക്കണമേ. സമുദായ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നാമമില്ല. തൊല്ലോകളുടെയും ഭൂലോകളുടെയും അതോടെ യേശുവിന്റെ നാമം യേശു കർത്താവെന്ന് വിളിച്ചു ജഡവും തന്റെ വഴികളെ വിട്ട് ദൈവത്തിലേക്ക് തിരിയട്ടെ. നല്ല ഇടയനായ കർത്താവിനെ സ്വീകരിക്കട്ടെ. ശാശ്വതമായി മാർക്കും ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. നന്മയും കണ്ണിയായ കാലമൊക്കെ
ഞങ്ങൾ സ്തോത്രം പറയുന്നത് കർത്താവേ, ഞങ്ങളുടെ ജീവന് വേണ്ടി സ്തോത്രം, ഞങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി സ്തോത്രം, ഞങ്ങൾ സംസാരത്തിന് വേണ്ടി സ്തോത്രം, കാഴ്ച കുറഞ്ഞു പോകാതിരുന്നതിന് സ്തോത്രം, ഞങ്ങളുടെ വേണ്ടി കുറഞ്ഞു പോകാതിരുന്നതിന് സ്തോത്രം, ഹൃദയം പോകാതിരുന്നതിന് സ്തോത്രം, അസ്ഥികൾ ഒഴിഞ്ഞു പോകാതിരുന്നതിന് സ്തോത്രം, കുത്തി മറിഞ്ഞു പോകാതിരുന്നതിന് സ്തോത്രം, സ്തോത്രം, ആരോഗ്യത്തിന് സ്തോത്രം, കേൾക്കണമേ.